കുറച്ച് സൗണ്ട് കമ്മിയാകുന്നു. അല്ല വാങ്ങൽ അടിച്ചു വെക്കും മണിയെ കുറ്റിയിടുമ്പോ എന്തത് ഇപ്പോ ലൈറ്റ് ഇങ്ങനെ എൻ്റെ ഫോൺ എന്താ ഇങ്ങനെ. ഹലോ, എല്ലാവരും ഉറങ്ങി എന്ന് തോന്നുന്നു. ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോവാട്ടോ. ചൂടെടുക്കുന്നു, വല്ലാണ്ട് ചൂടെടുക്കുന്നു. അശോക് ബാബു ഹായ്. ഹായ്. ഉറങ്ങി, എല്ലാവരും ഉറങ്ങി, എനിക്ക് മനസ്സിലായി. ആരെയും കാണുന്നില്ലല്ലോ, എന്ത് പറ്റി ദൈവമേ. ഹായ് ശിബുട്ട, സെക്കൻഡ് ഉറങ്ങിയില്ല അല്ലേ? ഓക്കെ. നല്ല ചൂടെടുക്കണം കേട്ടോ, നല്ല ചൂടെടുക്കുന്നു. ഞാൻ ഭക്ഷണം കഴിച്ചു, മരുന്ന് കഴിച്ചിട്ടില്ല. ഇന്ന് പുറത്തുനിന്നായിരുന്നു ഫുഡ്. ദോശ. എന്ത് പറ്റി? അയ്യോ, ആരും കാണുന്നില്ല കേട്ടോ, എല്ലാരും ഉറങ്ങിപ്പോയി. എല്ലാരും ഉറങ്ങിയ ഫ്രണ്ട്സേ? ഉറങ്ങിയെങ്കിൽ ഇതുവരെ എവിടെയായിരുന്നു? എത്ര സമയമായി ലൈവ് തുടങ്ങിയിട്ട്? പേജിൽ കിട്ടുന്നില്ലല്ലോ. കിട്ടുന്നില്ലല്ലേ? അതെന്നെ എന്തോന്നറിയില്ല കേട്ടോ, എവിടെയോ എന്തോ ഒരു തകരാറ്. ജെയിംസ് ഹായ്. ജോബി ഹായ് ഹായ്. വന്നല്ലോ. ഇവിടെ ആരെയും കാണുന്നില്ല കേട്ടാ, ആരുമില്ല കേട്ടോ, ഒഴിഞ്ഞൊരു ആരും കാണുന്നില്ല. ഭയങ്കര ചൂടെടുക്കണം, ഒരു രക്ഷയില്ല, ഭയങ്കര ചൂട്. എന്താ ആരും കാണാത്തത്? ഫ്രണ്ട്സ്, രാധേട്ടാ, സാജനേട്ടാ, ഭക്ഷണമൊക്കെ കഴിച്ചേട്ടാ? ഹായ് ഹായ്. ജോണേട്ടാ ഹായ്. എന്താ ഒരു മരുന്ന് കഴിച്ചു, മരുന്ന് കഴിക്കാൻ മറന്നു കേട്ടോ. ഭക്ഷണം കഴിച്ചു, അങ്ങനെ വന്നു. ஜோசி உதயா ஹலோ. சாப்பிட்டீங்க ஜோசிയേട്ടാ? சாப்பிட்டீங்க. நீங்க சாப்பிட்டீங்களா? ഒരാളോ എന്നെ കണ്ടോണ്ടിരിക്കുന്നത്? ദൈവമേ, താരൻ മാറിയോ? മാറിയേട്ടാ, മാറി. ഇപ്പൊ തലവേദനയും ജലദോഷം മാത്രമേ ഉള്ളൂ. ഒരു സോങ് പ്ലീസ്. ഏത് പാട്ട് പാടാം? കണ്ടു കടലു കണ്ടിട്ട് കുമാരി 143. ചോറുണ്ടോ കേട്ടാ? ഇന്ന് പുറത്താണ് ഭക്ഷണം. അർജുൻ ഹായ്. ഷാൻവാസ് ഹായ്. ജോസ് ഇല്ല, മരുന്ന് കഴിക്കരുത്, അസുഖം മാറും. ഇല്ല, ഞാനിപ്പോ തന്നെ ഭക്ഷണം കഴിച്ചു, ഒരു 10 മിനിറ്റ് കഴിയട്ടെ, ചൂടുവെള്ളമൊക്കെ വെക്കണം. ജെറിനും എനിക്കും ഒന്നും പേജ് കിട്ടുന്നില്ല. കൊറേ സമയമായോ ലൈവിൽ വന്നിട്ട്? ഇതാ ഇപ്പൊ വന്നതേ ഉള്ളൂ. ഇത് ഇപ്പൊ രാമചന്ദ്രൻ ഏട്ടാ, ഒരു ഹിന്ദി സോങ് പാടാമോ? ഓ അറിയില്ല കേട്ടാ. ടിനുവേട്ടാ ഹായ്, സുഖമാണോ? ഡിന്നർ ഫിനിഷ്ഡ്? ആ സാപ്പിട്ടീங்க. സന്തോഷ് ഹായ്. ബിനോയ് വർഗീസ് ഏട്ടാ, യൂണ് കഴിച്ചോടാ? കഴിച്ചു ഏട്ടാ. ബിനോയ് ഏട്ടാ കഴിച്ചു. ഏട്ടൻ കഴിച്ചേട്ടാ. ഹാപ്പി റഹ്മാൻ, ലവ് യു. ഹായ് അനിത. നൈസാ ഡ്രസ്സ് നന്നായിട്ടുണ്ടെന്നാ പറയണത്. ഫ്രീ ആയിട്ടുണ്ടല്ലോ ഡ്രസ്സ്, ലൂസായിട്ടാണ്. എന്തെങ്കിലും ഷോളും വേണ്ട, ഒന്നും വേണ്ട. അതിനെ കുറിച്ചൊന്നും പറയണ്ട. എനിക്ക് ഒരു കുഴപ്പമില്ലാതെ ഷോൾ ഇടാതെ നിൽക്കുക. ജോബിയേട്ടാ, ശശി ദാമോദരൻ ഹായ്. അനിത. നാസറേട്ടാ, സുഖാണ് കേട്ടാ.
എന്താ കഴിച്ചത്? ഞാനാ ദോശ. ബിരിയാണി തരുമോ? ഇന്ന് ബിരിയാണി ഒന്നും ഇല്ല ചേട്ടാ. എന്താ ചേട്ടാ ചൂടെടുക്കണോ? ചോദിച്ചോ കടവുളേ മുരുക. പ്ലേസ് പാലക്കാട്. പുലിക്കളി പോകും. അതെ, പുലിക്കളിക്ക് പോവുകയാണ്. പുലിമുരുകൻ ഷർട്ട്. പുലിക്കളിക്ക് പോവുകയാണ്. രാത്രി നേരത്ത് നമ്മളൊന്ന് ജലദോഷം ഉണ്ട് കേട്ടാ. ചൂടെടുക്കണു അല്ലാണ്ട് കേട്ടാ. നടക്കൂല. മുടി കെട്ടി വെക്കുന്നതാ ബെസ്റ്റ് എന്ന് തോന്നുന്നേ. മുടി കെട്ടി വെച്ച രസമൊന്നുമില്ലല്ലോ ഭഗവാനെ. ചെക്കി ഹിബ മുതലാളി. കുറ്റം പറഞ്ഞത് കൊണ്ടാകും ഈ പ്രശ്നം. ഏത് പ്രശ്നം? എന്ത് പ്രശ്നം? ചില സമയത്ത് അങ്ങനെ കാണിക്കില്ല. ഞാനും ദോശയാണ് കഴിച്ചത്. ചൂടാണ് റൂമിൽ. ഫാൻ ഇല്ലല്ലോ. ഇല്ലയോ? ഫാന് ഇട്ടിട്ടുണ്ട് ഇവിടെ. ഹായ്, ഊണിന് എന്താണ് സ്പെഷ്യല്? ഹലോ അനുരാഗ ജോസി. ഞാൻ ഇപ്പോൾ വരാം. ജെറിനെ ഒന്ന് വിളിക്കട്ടെ. ചൂടെടുത്തിട്ട് വയ്യ. ഇപ്പൊ എത്ര പേര് ലൈവിലുണ്ട് കേട്ടാ? ഒന്ന് പറഞ്ഞു തരി കേട്ടാ. തമിഴ് സോങ് പാടുന്നു കണ്ടിപ്പ. നിനക്ക് എന്തിന്റെ കേടാണ്? ഒന്നിന്റെ കേടുമില്ല ഏട്ടാ. ഒന്നിന്റെ കേടുമില്ല. ഏട്ടന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പ്ലീസ് ഏട്ടന് കാണാൻ വേണ്ടി പോയി ഉറങ്ങിക്കോളെ. അത്രേ ഉള്ളൂ. സുന്ദരിക്കുട്ടി. ഉദയേട്ടാ എവിടെയാണ് കേട്ടാ? സിറാജ് ഡിന്നർ സ്പെഷ്യൽ ടുഡേ. ദോശ. ഉദയേട്ടാ എന്താണ് വിശേഷം? ഇവിടെയായിരുന്നു. മുടി കെട്ടി വെക്കുമോ? മുടി കെട്ടി വെക്കണ്ട. നന്നായിട്ടില്ല, ഞാൻ നോക്കി. നൈറ്റ് ഡ്രസ്സ് മതി കേട്ടോ ചൂടില്. അതന്നെ ഇങ്ങനെ മതിയേ. വെറുതെ പനിനീരുമായി പുഴകൾ നീന്തി വന്ന കുളിരി. പാട്ടാണല്ലേ ലിജോട്ടാ. ഹായ് എന്താ ജോസി. തമിഴ് സോങ്. എന്ത് ചെയറ്. സുഖാണോ? സുഖായിരിക്കുന്നു കേട്ടാ. സുഖായിരിക്കുന്നു. ലൈവിലുള്ളവരെ കാണുന്നില്ല അനിത. ഏട്ടന്മാർക്കും കാണുന്നില്ല. ലൈവിലൊന്നും കാണുന്നില്ല. എത്ര പേരുണ്ട് എന്ന്. ആണോ? അതെന്നെ പണി. എവിടെയാ സ്ഥലം? യു ഡോണ്ട് നീഡ് റൊട്ടി ആൻഡ് റൈസ്. ഓ സൂപ്പർ. ഓക്കെ, ഒരു AC മേടിച്ച് പിടിപ്പിക്കണം. ഉണ്ട്, AC ഉണ്ട്. എന്തിനാണ് മൂക്ക് തുറന്ന് ജലദോഷം വരുമ്പോഴാണ്? അത് ശരിയാ. നാട്ടിലാണല്ലേ ഏട്ടാ? ഉദയേട്ടാ ഭക്ഷണമൊക്കെ കഴിച്ചേട്ടാ? സുഖമല്ലേ? തൂക്കം വരലേ ഇതൊക്കെ? ഇപ്പതാ വന്ന ജോസി. ഉദയ സെന്തിൽകുമാർ. ഹായ്. കടം എത്രയുണ്ട്? ഐ ലവ് യു ഡാർലി. കടമൊക്കെ ഉണ്ട്, കൊട്ടക്കണക്കിലുണ്ട്. ഹലോ, സുഖമാണോ മുത്തേ? ഗുഡ് നൈറ്റ്. ഉണ്ണിക്കുട്ടേട്ടാ ഭക്ഷണം കഴിച്ചോ? ഒന്നെന്താണ്? ചപ്പാത്തിയാണോ? സ്റ്റൈല് ടീഷർട്ട്. ടൈഗർ സ്റ്റൈലാ? ചുമ്മാ. എന്താ കുട്ടി സുഖമല്ലേ? സുഖമായിരിക്കുന്നു ഏട്ടാ. വിറ്റുവേട്ടാ. ജോസി ഏട്ടാ എന്താ പറയുക? കോൾഡാ? ആണ്. ഉദയകുമാർ കോൾഡ്. മുതലാളി പ്രശ്നം ഉണ്ടാക്കുമോ അനിതേ? എന്ത് പ്രശ്നം ഉണ്ടാക്കുന്നേട്ടാ? ഫണ്ണി ടീഷർട്ട്. ഇതെന്താ പുള്ളിമാലാണോ? അല്ല ഏട്ടാ, ലൈവിൽ ഒരാളെ മാത്രമാണ് കാണുന്നത്. വിനോദാസേട്ടൻ ആണല്ലേ? അതെന്താ നെറ്റ്വർക്കിന്റെ പ്രശ്നമായിരിക്കും. വെടി കേട്ടാ. എന്തായാലും കമാൻഡ് വരുന്നുണ്ടല്ലോ, അത് മതി. ഇപ്പത്താ എന്താ ലൈവിലാണ്. സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു പ്രിയ. ഇന്നെന്താ ലൈവ് എത്തി? എന്തോ പ്രശ്നമുണ്ട്. ഇല്ല, പ്രശ്നമൊന്നുമില്ല. സുഖമല്ലേ? സുഖമായിരിക്കുന്നു. സാട്ടിങ് ബാബു. ഞാൻ നാട്ടിൽ വന്നു 6 ദിവസമായി. ഇവിടെ ചോറാണ്. എന്നിട്ട് എന്താണ്? ഞാനിപ്പോ ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞില്ല. യുവർ നെയിം ഈസ് ദ ബെസ്റ്റ് അനിത. കൊള്ളൂല. മാല സ്വർണ്ണമാണ്. അല്ലാട്ടാ, ഡ്യൂപ്ലിക്കേറ്റാണ്. മുഹമ്മദ് ഏട്ടാ സത്യം. നാളെ ഒന്ന് പുതിയതൊന്ന് വാങ്ങണം.
ജംഷീർ നമ്പർ കൊണ്ടാ ഞാൻ പറഞ്ഞു തരാം കട. പിള്ളേരെ ഓർക്കേട്ടാ. ഒരാൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. മണി എന്റെ പേരൊന്ന് പറയാമോ? പറയാലോ. മന്നാൻ മന്നേട്ടാ പറയേട്ടാ. അനിൽ ഗുഡ് നൈറ്റ്. ഓ മൈ ഗോഡ്. ഐ ലവ് യു. ബാലൻ ഹായ്. രാംകുമാർ ഇപ്പൊ 4 പേരായിട്ടോ കാണുന്നു. ഇപ്പൊ 20 പേരായിട്ടോ കാണുന്നു. അനിത ഭക്ഷണം കഴിച്ചോ? മക്കൾ എവിടെ? ഇപ്പൊ 70 പേരായിട്ടോ. 94 108 സുഖമാണോ? 123 140 155 168 മഞ്ജുവോ 183 199 സോ സ്വീറ്റ് 199 212 കോൾഡ് അതെന്നെ 108 പേര് 116 216 ഓക്കെ ഇത്രേ പോവുള്ളൂ അറിയാം. ഡ്രസ്സ് കൊള്ളില്ല എന്നാലും ചൂടെടുക്കല്ലേട്ടാ. ഫ്രീ ആയിരിക്കട്ടെ. വയ്യ മതിയായി. സാരി ഉടുക്കണം കേട്ടോ. സുഖമില്ല, അതുകൊണ്ടാണ് സാരി ഉടുക്കാതെ ഇരുന്നത്. മോൻ കണ്ടോ വല്ലാണ്ട് ക്ഷീണിച്ചു. പനിയൊന്നും എണീറ്റതൊന്നും ചൂടെടുത്തു. സാരി നാളെ ഉടുക്കുന്നതായിരിക്കും ഞാൻ. ടേക്ക് റെസ്റ്റ് ഒക്കെ. കണ്ടിപ്പോ റെസ്റ്റ് വേണം. ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞിട്ടേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടാ. നരേന്ദ്ര നൈസ് ഗേൾ ഗുഡ് നൈറ്റ്. ചോദിക്കണ്ട സമയത്ത് ചോദിക്കുന്ന പോലെ ചോദിക്കണം. ചോദിക്കേണ്ടത് ചോദിക്കുന്ന സമയത്ത് കമാൻഡ് അയക്കാൻ തുടങ്ങിയപ്പോൾ എന്താണ് സിബോട്ടം പറയണത്? കമാൻഡ് അയക്കാൻ തുടങ്ങുമ്പോൾ ലൈവ് സംപ്രേഷണം കട്ടാകുന്നു അനിക്കുട്ടി. ഇല്ലേട്ടാ ഏട്ടാ എഴുതിപിടി ഏട്ടാ. ഇന്നെന്താ ഇന്ന് ലൈവില് ലേലം വിളിയുണ്ടോ? എനിക്ക് ഇവിടെ 91 പേര് മാത്രമേ ഉള്ളൂ ലൈവില്. ഇവിടെ എനിക്ക് 217 പേരുണ്ട് കേട്ടോ. എനിക്ക് അവിടെ ഒന്നും കാണുന്നില്ല എത്ര പേര് ഉണ്ട് എന്ന്. ഇപ്പൊ കാണുന്നുണ്ട് എനിക്ക്. നിങ്ങളെ ഒരുപാട് ഇഷ്ടമായി ആണല്ലേ. വിജിത്ത് അനൂപ് ഗുഡ് നൈറ്റ്. അപ്പൊ പോട്ടെ ഞാന്. ഗുഡ് നൈറ്റ് പറഞ്ഞില്ലേ. എന്നെ ടിഫൻ ദോശ. കനകരാജ് നൈറ്റ് ഡ്രസ് ഗ്ലാമർ കട്രിംഗ്ല എന്താ പറയുക. ഇതില് പ്രത്യേകിച്ച് ഒരു ഗ്ലാമറും ഇല്ല കേട്ടോ. നല്ല ലൂസായിട്ടുള്ള വലുത്. ഇതിൽ കൂടെ ഇനി 2 പേർക്ക് ഇരിക്കാം. അത്രയ്ക്ക് ലൂസായിട്ടുള്ളതാണ്. നല്ല ഇഷ്ടം. വസ്ത്രം ഇട്ടിരിക്കുന്ന ഇഷ്ടം. അഹങ്കാരമൊന്നും കാണിക്കല്ലേ. ഇല്ല കേട്ടാ. നല്ലേട്ടാ എന്താ പറയണേട്ടാ. ഒന്നും ഇല്ല കേട്ടാ. നമ്മളൊരു പാവം ഒരു വീട്ടമ്മയാണ് കേട്ടാ. വീട്ടില് കുടുംബം മൊത്തം ഉറങ്ങി. ഇവിടെ എന്നും ഉത്സവമാണ് ആണല്ലേ ഉണ്ണിയേട്ടാ. ഓക്കെ ഇറ്റ് ഈസ് സോ சொல்லுங்க ராஜ். സെന്തിലാനി ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ മോളെ സൂപ്പർ. താങ്ക് യു അശോകൻ ഏട്ടാ. ഭക്ഷണം കഴിച്ചേട്ടാ. എല്ലാവരും ഭക്ഷണം കഴിച്ചാ? ലൈവിലിരിക്കുന്ന എല്ലാവരും. ദീപക് ഗുഡ് നൈറ്റ് പറഞ്ഞു അല്ലേ. ഉണ്ണിക്കുട്ടേട്ടാ അടിപൊളി ഡ്രസ്സാണല്ലോ. അതെന്നെ ഇവിടെ കൂടി അതല്ലേ. സാജനേട്ട ഭക്ഷണം കഴിച്ചേട്ടാ. ഗുഡ് നൈറ്റ് പറഞ്ഞാൽ ഇനി പോകാമല്ലോ. ഗുഡ് നൈറ്റ് പറയാൻ വന്നത്. നല്ല ഇഷ്ടം. വസ്ത്രങ്ങൾ ഇട്ടിരിക്കുന്ന അഹങ്കാരമൊന്നും കാണല്ലേ. ദീപക് സാരി ലൈവ് അനിത മൈ ഫ്രണ്ട് കണ്ടിപ്പാ ടുമാറോ. രാജശേഖർ ഹായ്. ഞാൻ കഴിക്കാൻ പോകുന്നു. ഞാൻ കേട്ടോ ലൈവ്. സെന്തിൽ കുമാർ എപ്പോൾ ഉറക്കം വരില്ല ജോബിയേട്ട. ഇല്ല പറയുന്നു. ഗുഡ് നൈറ്റ്. കുറച്ചുകൂടെ വെച്ചാലോ. ഞാനൊരു 10 മിനിറ്റ് കൂടി ഉണ്ടാവുകയുള്ളൂ. നാളെ വണ്ടിയിൽ പോകാനുണ്ട്. രാവിലെ പറമ്പിൽ പോയി നനയ്ക്കണം. പിന്നെ ചായ പലഹാരം ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് എന്തത് മെഷീനാ? എന്താ ഏട്ടാ പറയുന്നത്? അത് കഴിഞ്ഞ് വണ്ടിയിൽ പോകണം. ഉച്ചഭക്ഷണം ഹോട്ടലിൽ നിന്ന് ഭാഗ്യം.
ശിവേട്ട ഇന്ന് ലൈവ് കണ്ടിരിക്കാം ഞാൻ. എന്താ ഏട്ടാ കൊറേ ദിവസമായി ലൈവിൽ വന്നിട്ട്? അതെ സുധീരേട്ടാ, എന്തു പറ്റി ഏട്ടാ? ദീപക് ഹലോ സ്വീറ്റ്. ഓക്കെ വെട്രി ഹായ്, ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്. ഡെയിലി ഗ്ലാമർ ഇതാ എൻജോയ് സിസ്റ്റർ. താങ്ക് യു സന്തോഷ്. RC Raja, Anida girl name is coming. Come on in മഹാരാഷ്ട്ര എന്താ പറയുന്നത്? മഹേന്ദ്ര രാജു ഹായ്. സോ ദം ബിരിയാണി ഉണ്ടാക്കി തരാം. ഓക്കെ ജോബി ഏട്ടാ, ഞാൻ റെഡി. ഷൺമുഖം ഹായ്, ഗുഡ് നൈറ്റ് ബേബി. ദീപക് ഹലോ സ്വീറ്റ് ഹാർട്ട്. പിന്നെ കേൾക്കാം ഹസ്ബൻഡ് കേൾക്കാൻ മാട്ടണ. ഹസ്ബൻഡ് എന്ത് കേൾക്കണം? ഗൗതം ഹായ് ബിഗ് ഫ്രണ്ട്സ് ഉണ്ട് ഏട്ടാവാ. ലൈവ് സോറി ഫേസ്ബുക്ക് നോക്കുന്നു. പറഞ്ഞോന്നും അറിയില്ല. ഞാൻ കഴിച്ചു, അപ്പവും ചിക്കൻ കറിയുമായിരുന്നു. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഓക്കെ, ഞാനിപ്പോ ഒരു ഗുളിക കഴിച്ചാലോ? എന്നെ മാ ഇപ്പിടി ഇരിക്കുറീങ്ങ ചെല്ലോ. യുവർ സോങ് മിസ്സിംഗ് രാജ് പാടുക. ദീപക് ഹലോ സ്വീറ്റ് ഹാർട്ട്. അനിൽകുമാർ നായർ ഓക്കെ. ദിലീപ് ഹായ് ചേച്ചി. ഹായ് ഏട്ടാ, ഭക്ഷണം കഴിച്ചേട്ടാ. സുധീരൻ ഞാൻ ഉദ്ദേശിക്കുന്ന ഡ്രസ്സ് ഇടുന്നില്ല ഏട്ടാ. അങ്ങനെ നടക്കൂല ഏട്ടാ, നടക്കൂല. സോമൻ ഹായ് മോളെ, ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. എൻജോയ് പண்றீங்களாம்மா? എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവിടെ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. എവിടെയാണ് സ്ഥലം എന്ന് മാത്രം അറിയില്ല. ഞാൻ കോയമ്പത്തൂര് കുനിയമുത്തൂര്. എൻ്റെ വീട് പാലക്കാട് കൊട്ടേക്കാട്. 3 കുട്ടികളുണ്ട്. കുട്ടികൾ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടി 6ാം ക്ലാസ് പഠിക്കുന്നു, ഒരാൾ 2ാം ക്ലാസ് പഠിക്കുന്നു, ഒരു കുട്ടിക്ക് 3 വയസ്സായി. എൻ്റെ പേര് അനിതയാണ്. ഇനി എന്താ പറയണ്ടി പറയ് മാടി. അക്ക ഉങ്ക നമ്പർ താങ്കക്കാ. ലോങ് ഹെയർ സ്റ്റൈല്. സുകുമാരൻ ഗുഡ് നൈറ്റ്. മണിയെ அந்த ബുക്കൊന്നും ഒരു ബുക്ക് എടുത്തിട്ടോടാ, റഫ് നോട്ട്. ചൂടെടുത്തിട്ട് വീസിருக்கு. പേനൊന്നും വേണ്ട. പാലക്കാട് വര ദം ബിരിയാണി ഉണ്ടാക്കി തരാം. ഓക്കെ ഏട്ടാ. അനീഫേട്ടാ ഇത്ര വലുതാടാ, ഒരു അട്ടമാതിരി ഇല്ല. ഞാൻ സ്നേഹിക്കുന്നു. സോമനേട്ടൻ സതീഷ് ഹായ്. ഈ പേര് മഹാരാഷ്ട്രയിൽ ആളുകൾ ഒരു ഉണ്ടെന്ന്. ആരുണ്ടെന്ന് പറയണത്? എന്റെ ചേട്ടൻ എന്തു ചെയ്യുന്നു? എന്റെ മക്കൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ് ആണല്ലേ? മന്നേട്ടാ ഓക്കെ ഏട്ടാ. അക്ക ഉങ്ക നമ്പർ താങ്കക്കാ. ബഷീർ ഞാൻ யாருக்குமே நம்பர் கொடுக்கலைங்க, அதனாலதாங்க தரல. குமார் நாயர் அக்கா உங்களுக்கு எந்த ஊரு? കേരള. ഇതാണ് നമ്പർ. 1 2 3 4 5 6 7 7 നമ്പറേ ഉള്ളൂ. എന്താ ഫാൻ ഇല്ല ഇവിടെ ഏട്ടാ? ഫാൻ ഉണ്ട് ഏട്ടാ. ഫാൻ തിരിയുന്നത് താഴെ എത്തില്ല. താഴെ തന്നെ നിറയെ ലോങ് ആണ് തോന്നുന്നു. RC സ്വിച്ച് ഓൺ ഫാൻ. അത് ഫാനിന്റെ ചോട്ടിൽ നിന്നിട്ട് കാര്യമില്ല. ഫാനിന്റെ കാറ്റേ ഇല്ല. ആഹാരം കഴിച്ചു കേട്ടോ. ജയകുമാരേട്ടൻ ഇന്ന് പുറത്തുനിന്നാണ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. ദോശ കഴിച്ചു. ഞാനൊരു 3 ദോശ കഴിച്ചു. മരുന്ന് കഴിച്ചിട്ടില്ല, കഴിക്കണം. ഒരു പാരസെറ്റമോൾ വാങ്ങി കഴിക്കണം. ഇവിടെ ഉണ്ട്. ഒരാൾ മൂന്നാറ്, ഒരാളും മുംബൈയിലും. അതെ അല്ലേ? ഓക്കെ. ദീപക് രാജ് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. അതെല്ലേ പഠിക്കുന്നത്. നന്നാക്കാൻ ഞാൻ വരട്ടെ. എന്തിനാണ്? നല്ല ചൂടാണ് അവിടെ. നന്നാക്കാനൊന്നുമില്ല കേട്ടാ ബഷീർ. ഓക്കെ അക്ക. എന്താണ് അസുഖം? പനിയേ കനിഫട്ട പനി. ഒരു കോഴിയെ കെട്ടിയിടുന്ന സോമനേട്ട. കോഴിയെ കെട്ടിയിടും. RC രാജ് എന്താ പറയുന്നത്? മലയാളം ലാംഗ്വേജ്. യെസ്. ഞാന് വീശി തരാൻ വരട്ടെ. വിനോദ് സുഖമാണോ? ദീപക് ഹലോ സ്വീറ്റ് ഹാർട്ട്. ജയേട്ടാ നമസ്കാരം ഏട്ടാ. அக்கா என்ன எப்படி இருக்கிறாங்க? என்னமோ பேக் கமெண்ட் வந்திருக்கும் போல இருக்கு. யாருக்கு கோபம் வந்துருச்சு?
அது பார்க்கலாம், എന്നിട്ട് ബ്ലോക്ക് பண்ணலாம். സന്തോഷാ? സന്തോഷ് എന്താ എന്താണ് പ്രൊഫൈൽ ഫോട്ടോ മാറ്റിയിരിക്കണേ? എന്നെ സന്തോഷ് കണ്ണൻ പക്ഷിപ്പനിയാണോ? അറിയില്ല ഏട്ടാ, പക്ഷിപ്പനിയാണോന്ന് അറിയില്ല. എന്നെ നൈറ്റ് എൻജോയ് என்ன சொல்றீங்க? என்ன மீனிங் சொல்றீங்க ராஜ்? நீங்க நல்ல விதமா சொல்லுங்க. அக்கா கிட்ட இப்படி எல்லாம் பேசலாமா ராஜ்? ஹாய் ஜெர்னேட்டா, ஹாய். നമസ്കാർ again ബാബു, യു ആർ ഫ്രം കേരള. എന്നാ ശരി, ഗുഡ് നൈറ്റ്. ഓക്കെ. നിഫട്ടെ എവിടെ പോണേ? ഇരിക്കട്ടാ. നല്ല കാറ്റ് വരുന്നുണ്ട്. അപ്പൊ നല്ല സുഖമാണ്. നല്ല ചൂടിട്ടോളേ. പാടി ഞാൻ പറഞ്ഞ പോലെ കേട്ടോ, അതോ കാറ്റിൽ പോയോ എന്തോ. സൂപ്പർ സൂപ്പർ. ഓക്കെ. ചന്ദ്രശേഖർ. പിന്നെ ഈ അടുക്കളയിൽ നിന്നത് കോഴിക്കോടാണേ. കോഴിക്കോടും കൂടെ നല്ല കുറച്ച് കുളുകുളൊന്നും ഉണ്ടാവും. സുന്ദരമായിട്ടുണ്ടല്ലോ ചേച്ചി. ആണല്ലേ, താങ്ക് യു സന്തോഷ്. ആ ഫാനിന്റെ ലീഫ് മുകളിലേക്ക് വളഞ്ഞിരിക്കുക ഡാനിക്കുട്ടി. അതാണ് കാറ്റ് താഴെ കിട്ടാത്തത്. എന്ത് കാട്ടിട്ടാണോ എന്തോന്നും അറിയില്ല. ഡ്രസ്സ് കണ്ടിട്ട് ജിറാഫിന്റെ തോലു. അതെ 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 അതെ, പുള്ളിപ്പുലി പോലെയുള്ള ഡ്രസ്സാണല്ലോ സിസ്റ്റർ. ഞാൻ ഇഷ്ടപ്പെടുന്നു. സോമനായിട്ട് ഇഷ്ടപ്പെടുന്നു എന്നാ പറയണ. ചന്ദ്രശേഖർ ഗുഡ് നൈറ്റ്. ഐ എം കോയമ്പത്തൂർ. കോയമ്പത്തൂർ എവിടെയാണ് ബാബു? ദോശ വിത്ത് സാമ്പാർ. ഞാൻ അതെ, ദോശ വിത്ത് സാമ്പാർ, ചട്നി, എന്താണ് മുളക്, എന്താടാ മണി, എന്ത് ചട്നിയൊക്കെയാണ് പറ കാണാം. ആനന്ദ് ഹാപ്പി ബർത്ത്ഡേ. ആനന്ദ് ഹാപ്പി ബർത്ത്ഡേ ആണോ? ആനന്ദിന് ഹാപ്പി ബർത്ത്ഡേ ടു യു. മകളുടെ പേര് പറയാമോ? മകളില്ല ഏട്ടാ, മകനാണ് ഏട്ടാ. ഓൾഡീസ് കോഴിക്കോട് അല്ലല്ലോ, കോയമ്പത്തൂർ അല്ലേ? കോഴിക്കോട്. ഞാൻ പറഞ്ഞ കോഴിക്കോട് എന്നാ പറഞ്ഞത്. മെസ്സേജ് മാത്രം വായിച്ചാൽ പോരാ, കൂടി വിളിക്കണം. രാധേട്ടാ വിളിച്ചു. രാധേട്ടാ പറയേട്ടാ, ഏട്ടനല്ല പോണെന്ന് പറഞ്ഞത്. ഹായ് ഗുഡ് നൈറ്റ്. മുടിയുടെ നീളം കുറവ് ഞാൻ മുകളിൽ തൂക്കി കെട്ടിയിരിക്കണം കേട്ടാ. നമുക്ക് കുറവ് പോലെ തോന്നുന്നല്ലേ? അതൊക്കെ ഇരിക്കട്ടെ അവിടെ. മുകളിൽ അങ്ങനെ തൂക്കി കെട്ടി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. കുറച്ചിങ്ങനെ ഇറക്കിയിട്ട് ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ ഇറങ്ങും. അതെ, ജെറിൻ പുള്ളിയാണ്. ഓക്കെ. ഹായ് ബിനീഷ് ഏട്ടാ. ആനന്ദ്. അതെ അതെ, ആനന്ദിന് എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പറയും, വിഷ് ചെയ്യും. പുതിന ചട്നി. പുതിന ചട്നി ഇല്ല. വേറെ മണി കാരച്ചട്നി സാമ്പാറ്. സാരി കൊടുത്ത് വരടാട്ടാ. സോറി ഏട്ടാ, സോമനേട്ടാ വരാട്ടാ. അത് അടിയിൽ ഇങ്ങനെ പോയി. സോറി. മീശയുണ്ടോ? ഇല്ല. എന്താ ഏട്ടാ? ഹായ് രാധേട്ടാ. വിജയ് ഗുഡ് നൈറ്റ്, വെരി ബ്യൂട്ടിഫുൾ. ഉങ്ക റീൽസ് സൂപ്പറാ ഇருக்கு. ശരിയേട്ടാ, ഒന്നിനും കൊള്ളൂല ഏട്ടാ, 0 ആണ്. മധുരയ്ക്ക് ഫാമിലിയോടെ വാങ്ങ. കണ്ടിപ്പാ വരേങ്ങ സെന്തിൽ കുമാർ, കണ്ടിപ്പാ വരേങ്ങ. ഹായ് മാവേലിക്കര. എന്നോട് പിണക്കമാണോ? എന്തിന്? ജോളിയേട്ടൻ എന്തിനാ പണങ്ങണ്? ഞാൻ എന്തിനാ പണങ്ങണ്? ലവ് യു, ഗുഡ് നൈറ്റ് ഡാർലിംഗ്. ശങ്കർ ഗുഡ് നൈറ്റ് ഫ്രം. നല്ല വസ്ത്രത്തിൽ എപ്പോഴും ഇഷ്ടം. ഓക്കെ. കണ്ണൻ. ചന്ദ്ര ലുക്ക് ഈസ് ക്യൂട്ട്. ശിബോട്ടാ ഹായ് ജെറിൻ. കോയമ്പത്തൂർ വാങ്ങ ബ്യൂട്ടിഫുൾ ഫേസ്. അനിക്കുട്ടി ഇജ് ഹോസ്പിറ്റലിൽ പോയോ? ഇപ്പോൾ എപ്പിടി? കുഴപ്പമില്ല ഏട്ടാ. പിറന്നാൾ ആശംസകൾ ആനന്ദ്. അങ്ങനെ വിഷ് ചെയ്യും. ആനന്ദിന്റെ പിറന്നാളാണ്. സന്തോഷ് ഉനക്ക് വേറെ ഡ്രസ് ഇല്ലേ അനിത? ഇല്ലേ സന്തോഷ്, ഇല്ല സന്തോഷ്. அதனாலதான் நான் சொல்லேன் சந்தோஷ், எனக்கு ட்ரெஸ் இல்லை. அதான் மதியானம் சுடிதார் போட்டீங்க, நைட்டு வந்து சாரி உடுக்கிறதுக்கு சூடு. அப்போ நைட்டு வந்து எனக்கு டிஷர்ட் தான் இருக்குதுங்க. இல்லை அது நல்லதான். நீங்க வேணா சுடிதார் எடுத்து கொடுங்க, ஒன்றும் பிரச்சனை இல்லை, நான் போடுறேங்க. சரிங்களா? எடுத்துக்கொடு. டெய்லி ஒவ்வொன்றும் எடுத்து போடணும். சரிங்களா? சும்மா சொல்லிடுச்சுங்க. இல்லை, உண்மையாலுமே அதுதான். மதியானம் சுடிதார் போட்டேன், இப்போதும் சுடிதார் போட்டேன் இப்படின்னு சொல்லிட்டு தான். அப்புறம் டிஷர்ட் தான் இருக்குது.
ജഗൻ ഗുഡ് നൈറ്റ്. ആനന്ദ് എന്താണ് എനിക്കറിയില്ല. ഹാപ്പി ബർത്ത്ഡേ ടു ആനന്ദ്. ആനന്ദിന് ഹാപ്പി ബർത്ത്ഡേ ആണ്. ചേച്ചി നാട്ടിൽ പോകും ഞാൻ നിങ്ങളുടെ കൂടെ റീൽസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പിന്നെന്താ, നമ്മൾ നേരിൽ കണ്ട ഉറപ്പാലും സെൽഫി, റീൽസ്, കോഫി, ലഞ്ച് പോരെ. കാലത്താണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ്. ഹായ് ഷിബു ഏട്ടാ. അതെ. അപ്പ ലൈവ് പോടതാ. ഓക്കെ. അപ്പ ലൈവ് പോടാതെ. ഓക്കെ. പോടാതെനാ. അപ്പൊ ലൈവ് പോടാതെ. ഓക്കെ. ശശി ഗുഡ് നൈറ്റ്. പളനിവേല് ഹായ് ഡിയർ മൈ ഡിയർ. പഞ്ചാബി ഡ്രസ്സ് സൂപ്പർ അനിത. താങ്ക് യു ചെലനേട്ടാ. താങ്ക് യു സോ മച്ച്. ഹായ് റോബിൻ അനിയൻകുട്ടി വന്നല്ലോ. ഹായ് ഡാനു ശുഭരാത്രി. എന്താണ് ശുഭരാത്രി പറഞ്ഞിട്ട് പോകണം നിൽക്കണ റോബിൻ? ഏത് ആനന്ദാണ് ആ ഒരു ആശംസകൾ പോയി. അതല്ലേ പോയില്ല. വരും. ഞാനൊന്നും പറയാനില്ല ഡാനിക്കുട്ടി. എന്താണ് ഞാനൊന്നും പറയുന്നില്ല ഡാനിക്കുട്ടി? അതെന്താ ഒന്നും പറയാത്തത് ജയേട്ടാ? ഹായ് എൻ്റെ വൈഫ് ഞാൻ കേറി പോവാണ് നാളെ. മീഡിയ നേരിൽ കണ്ടാൽ എനിക്ക് മട്ടൻ ബിരിയാണി മതി. നേരിൽ കണ്ടാൽ എനിക്ക് മട്ടൻ ബിരിയാണി വാങ്ങിച്ചാലോ? ഹായ് റോബി. ഷൺമുഖം ഗുഡ് നൈറ്റ്. രാജേഷ് ഗുഡ് നൈറ്റ്. ഹായ് ഡിയർ. അയ്യപ്പോ മുരുക. ടയർഡായി പക്ഷെ നല്ല കുളുക്കുളുന്നുണ്ടായിരുന്നു. നല്ല ചൂടാണ് കേട്ടോ. ഇംഗ്ലീഷ് പഠിക്ക തെരിയാതാ ഉനക്ക്? എനിക്ക് തെരിയാതെ ബഷീർ. நான் அந்த அளவுக்கு படிக்கல. 10th தான். அது மலையாளம் மீடியம். அதுவும் படிக்கலாம். நிறைய நமக்கு படிப்பு வராது. சரிங்களா? படிப்பு வரல. இப்பவும் படிக்கிறதுக்கு பிடிக்காது. വാട്സപ്പ് പറയാടാ. இங்கிலீஷ் படிக்க தெரியாது அவனுக்கு. அதான் சொல்லிட்டீங்க படிக்க தெரியாதுங்க. ഓപ്പണാ சொல்றீங்க. അനൂപ് ഹായ്. എനിക്ക് കുഴിമന്തി. ഓക്കെ. ഇജ് നമ്പർ അയച്ചുതാടാ. അയച്ചു തരാലോ. ഓക്കെ അക്ക. കോവം വന്നാ? കോവം വേണ്ട. ഇതൊക്കെ ഞാൻ കോവമേ പടലിയേ. ഉള്ളത് പറയുമ്പോ എന്തിനാ നമ്മ കോപ്പെടുന്നത്? ഞാൻ ഓപ്പൺ ആയിട്ടല്ലേ പറയണം എനിക്ക് പഠിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല അറിയില്ല പറഞ്ഞാൽ അറിയില്ല. അത്ര തന്നെ. സാജൻ ഏട്ടൻ വന്നില്ലേ? കാണാനില്ല. സാജൻ ഏട്ടാ. സിസ്റ്റർ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്നാൽ ശരി, നാളെ ഉച്ചക്ക് കാണാം. രാധേട്ട അങ്ങനെ പോവാണല്ലേ? ഇപ്പൊ ലൈവിലൊന്നും ശ്രദ്ധിക്കുന്നില്ല, നമ്മളെ ഒന്നും കാണുന്നില്ല. ഞാൻ உங்களுக்கு ഡ്രസ് എടുത്തു തരേൻ. லொகேஷன் சென்ட் பண்ணானிதா? கண்டிப்பா செந்தில்குமார். ரொம்ப ட்ரெண்டா இருக்கிறீங்க. ஓகே அக்கா சூப்பர். ஓகே பஷீர் கோச் கரீங்க. நானும் கோச்சுக்க மாட்டேன். எனக்கு படிக்க தெரியல. ஸ்டடி மலையாளம் ஸ்கூல். ஸ்டடி மலையாளம் ஸ்கூல். നമ്പർ തന്നൊക്കെ സേവ് പണിக்கிறேன். ചൂട് ഉണ്ടാണോ? ചൂടാ, ഭയങ്കര ചൂട്. ഇനി പറമ്പിലൊരു കുഴി കുത്തിക്കോ. ഇജ് നമ്പർ അയച്ചതാടാ. തിരി 6-5 ബട്ടം തിരി തിന്നെ തിരി. എന്താണ് റോബിൻ കൂടി പറയുന്നത്? ഉറക്കത്തിലാണോ? ബ്യൂട്ടിഫുൾ സിസ്റ്റർ ഗുഡ് നൈറ്റ്. ഫസ്റ്റ് സോങ് ഓഫ് ലൈവ്. അനൂപ് ഗുഡ് നൈറ്റ്. എന്ത് പാട്ടാ പാടുക പറയും? ഇവിടെ ഇരുന്ന് എനിക്ക് വീശാനും വയ്യ. ടയേർഡായി. அனி உங்க சின்ன பையன் எங்க பண்றது சொல்லுங்க. தூங்கிட்டாங்க. மணி என்ன பண்ற? மணியை காணோம். மணி எங்க? ஒன்றும் இல்லை. இங்கே ஒரு மணி இருக்கிறதுல. பியூட்டிஃபுல் சிஸ்டர் குட் നൈറ്റ്. ഓക്കെ. യു ഫേവറേറ്റ് ഫുഡ്. മറുപടി പറയൂ. ഞാൻ ഇന്ന് വളരെയധികം സ്നേഹിക്കുന്നു നിന്നെ. എന്നെ സ്നേഹിക്കുന്നു. ഫാൻ ഈസ് നോട്ട് വർക്കിംഗ്. വർക്ക് ഉണ്ട് നോക്കിയപ്പോ കാണിച്ചു കേട്ടോ. വർക്കിംഗ് ഒന്നുമില്ല, കുഴപ്പമൊന്നും ഇല്ല. കണ്ടോ, മെല്ലെയാണ് കറങ്ങണത്.
ഇവിടെ നിന്ന് ഇത്രയും ദൂരത്തുനിന്ന് ഇത്രയും ദൂരത്തിലേക്ക് ആ കാറ്റ് തട്ടുന്നില്ല. അതാണ് പ്രശ്നം. എന്താ പറയുന്നത്? அனிதா உங்களுக்கு என்னப்பா சொல்றாரு? அனிதா உங்களுக்கு அக்கா உங்களுக்கு பையனா என்னடா சொல்றாங்க? ഇതൊന്നുമല്ല. യു ലുക്കിംഗ് ഗ്രേറ്റ്. ഓക്കെ, ഇതൊന്നുമല്ല. ഏതൊന്നുമല്ല? 33,556,033. ഏത് നമ്പർ? ഇന്ന് ഇത്രയും പഠിക്കേ. എത്ര ABCDEFGHIJK മതിയേ? ഓക്കെ ഓക്കെ. മോയൻ ഗേൾസ് ഹൈ സെക്കൻഡറി സ്കൂൾ പാലക്കാട്. சொல்லுங்க. டே மணி, நீ ரொம்ப குறைக்காத, எனக்கு புரிஞ்சிருச்சு. என்கிட்ட ABCD படிக்க சொல்றது அவனுக்கு சும்மா வந்துருச்சு. நீ இங்கிலீஷ்ல எவ்வளவு மார்க் எடுத்த நான் அப்ப சொல்லட்டுமா? சொல்ல வேண்டாம்ல. அப்ப நீயும் பேசாம இரு. சயின்ஸ்ல மட்டும் நீ எப்படியா விடுது. സയൻസിൽ തന്നെ 50ൽ 35 മാർക്കുங்க, அவ்வளவுதான். அது ஒன்றும் நல்ல மார்க்கும் இல்ல, பரவாயில்ல, ஓகே. 50ல் 50 எடுக்கணும். ஆமா, கிளாஸ் டெஸ்ட் இனியும் நினைக்க எக்ஸாம் எழுது. நீ அக்கா என்ன ஏஜ் சொல்லுங்க? என்னோட ஏஜா 49. ഫാനിന്റെ കപ്പാസിറ്റർ മാറ്റിയാൽ മതി, സ്പീഡ് കൂടും. യെസ്, ഓക്കെ. ശരത്ത് പേഴ്സണലാ പേസണോ? ആ ഫാനിന്റെ കപ്പാസിറ്റർ മാറ്റിയാൽ മതി. വലിയ വിലയൊന്നുമില്ല, അത് മാറ്റുക. അതേ അറിയാട്ടാ. എവരി ഓൺ ഡയമണ്ട്സ് സോങ് അനിത. ഡിമാൻഡ്സ് സോങ് അനിത. ഡിമാൻഡ് ഒരു പാട്ട് എഴുതി വിടി ഏട്ടാ. ജെറിനേട്ടൻ, ബിനീഷേട്ടാ, ഷിബു ഏട്ടാ, ഒരു പാട്ട് എഴുതി വിടി. ഇംഗ്ലീഷ് മാർക്ക് സൊല്ലുടാ അനിക്കുട്ടിയെ. അതെ, സൊല്ലട്ടുമാ? ഞാന് ഇംഗ്ലീഷ് മാർക്ക് തമിഴ് മാർക്ക് சொல்லட்டுமா? வேண்டாம். என்னம்மா சொல்லட்டுமா? அப்ப தெரியும் உன்னை பத்தி, படிக்கிறது பத்தி. உங்க ஏஜ் சொல்லுங்க. ஏஜ் 33, 33. முடியல, കൈയൊക്കെ കടഞ്ഞു. രാമരാജന്റെ പരസ്യമല്ല കേട്ടോ. என்ன சொன்னாலும் கேட்க மாட்டேங்கிறீங்க. நாம் டைம் வேஸ்ட் சொல்லி சொல்லி கோலி வேற. எனக்கு போங்க போங்க. കേട്ടില്ല. പേസിക്കോ, നമ്മൾക്ക് കേക്കില്ല. ഇവിടെ ഞാൻ കണ്ടില്ല കേട്ടോ. എന്താ പറയുന്നത്? പനി ആയതുകൊണ്ട് ഇന്ന് പാട്ടില്ല. അയ്യോ, ക്യാ കരോ രഹി ഹോ എന്ന് പറയുന്നു കേട്ടാ. ഒരു പാട്ട് എഴുതി വിട്ട്. രാജ്ക്ക് ഒരു പാട്ട് പാടണം എന്ന് പറഞ്ഞ ആശയാ ഇരിക്കും പോലെ. ചൂടുവെള്ളം വെച്ച് മരുന്ന് കഴിക്കണം. എന്തായാലും നമ്മൾ കിടക്കാൻ പോകുമ്പോ വെച്ചാലും മതി, ഇല്ലയോ? അയ്യോ, അത് തെറ്റ്. ബട്ട് ഉത്തരം കൂടുതൽ ആണ്. പൈപ്പ് നീളം കൂടിയാൽ മതി. ബിനി ഹരിദാസ്, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. അനിത, പാലക്കാട്. ഓക്കെ ഹരിദാസ്. മണിക്കിനാവിൽ കൊളുമ്പു വെള്ളം മണിക്കിനാവിൽ കുടുംബ വെള്ളം തുഴഞ്ഞത് എനിക്ക് വേണ്ടി. എന്തോ ആണ് കേട്ടോ പാട്ട്. നല്ലൊരു പാട്ട്.
പോയോ? സാജനേട്ടൻ പോയോ? രാധേട്ടൻ പോയോ? പിന്നെ ആരൊക്കെ ഉണ്ട്? എന്താണ് കഴിച്ചത് ജയേട്ടാ? അത് തെറ്റിപ്പെട്ടു. ഉയരം കൂടുതലാണ്. എന്ത് ഉയരം കൂടുതലാണെന്നാ പറയണത്? രവികുമാർ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പനി ആയതുകൊണ്ട് തുഴയണ്ട. ഗുഡ് നൈറ്റ് ജാനു. രൂപീഷ്. ജാനു ജാനു നൈസ് നൈം ജാനു. എന്റെ പേര് ജാനു എന്നെങ്കിലും വെക്കായിരുന്നു. ജാനുന്നോ കല്യാണിന്നോ പിന്നെ കല്യാണിന്നോ പിന്നെ എന്താണ് രമണിന്നോ രാധാന്നോ പിന്നെ അങ്ങനെ ലക്ഷ്മിന്നോ പാർവതിന്നൊക്കെ വെക്കായിരുന്നു എൻ്റെ പേര്. എവിടെ നിന്ന് കിട്ടിയാവോ എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു പേര് ആരിട്ട? അപ്പുക്കുട്ടനിലെ എയും അപ്പുക്കുട്ടനിലെ എയാണ് എടുത്ത് അനിതാന്ന് വെച്ചിരിക്കുന്നത്. കഷ്ടം. ഈ ബുദ്ധി ആ സമയത്തൊക്കെ തോന്നിയിരിക്കുന്നു. 30 വർഷങ്ങൾക്ക് മേലെ 30 വർഷങ്ങൾക്ക് മുമ്പ്. മണിക്കോയിലേ മണിക്കോയിലേ മാറിക്കാവിൽ പോരൂലേ മൗനരാഗം മൂളൂലേ നിറമഴയിൽ ചിരിമഴയിൽ നീയും ഞാനും നനയൂലേ നീലക്കണ്ണും നിറയൂലേ ചെറുതാലിയണിഞ്ഞില്ലേ മണി മിന്നണി മിന്നല്ലേ. ചില്ലണി വാതിൽ മെല്ലയടഞ്ഞു. അടിപൊളി പാട്ട് ചെയ്യട്ടാ. പൊളിച്ചു വിട്ടോളൂ. എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ചൊക്കെ ട്യൂണ് എവിടെയൊക്കെ എന്തൊക്കെ പോയി, സംഗതി ശ്രുതിയൊക്കെ പോയി, എന്നാലും കുഴപ്പമില്ല. പാടിയെടുത്തു, വായിച്ചെടുത്തു. വാട്ട് ഈസ് ഇറ്റ്? ഞാനൊന്നും കഴിച്ചില്ല. അതെന്താ ഏട്ടാ ഷിബു ഏട്ടാ കഴിക്കാത്തത്? നാട്ടിൽ മഴയുണ്ടോ? ഇവിടെ ഏട്ടാ വീശിക്കൊണ്ടിരിക്കുക. ചൂടെടുത്തിട്ട് വയ്യ ഏട്ടാ. ഒരു ഇല പോലും അനങ്ങുന്നില്ല. ഫുൾ ചൂട്. അതെ. ബിനിഷേട്ട എന്താ പറയണത്? ഫാന് പൈപ്പ് നീളം കുറവാണെന്ന്, ഹൈറ്റിലാണെന്ന്. അതെ അതെ, അമേസിങ്. അപ്പുക്കുട്ടൻ തൊപ്പിക്കാരി അപ്പുക്കുട്ട തൊപ്പിക്കാരാ എപ്പ കല്യാണം? മകരമാസം വേലി കെട്ടുമ്പോ തപ്പ കല്യാണം എന്നാണോ? ഒന്നാം വട്ടം കണ്ടപ്പം പെണ്ണിനിക്കിന്നാരം, രണ്ടാം വട്ടം കണ്ടപ്പം ചെക്കനത്തിന്നും. വേണ്ട, കമാൻഡ് വേണ്ട. എസ് ബിനി. അതെ, ഹൈദരാബാദ് മഴ പെയ്തൂലേ വിനീതേട്ടാ? ഞാൻ ഇപ്പൊ മാർക്ക് പറഞ്ഞു കൊടുക്കും ഇംഗ്ലീഷിലും ഇതില് ഉണ്ടായിരുന്നോ? എന്നെ ഇവിടെ ഇങ്ങനെ കളിയാക്കാൻ വന്നാ ഞാൻ പറഞ്ഞു കൊടുക്കും മാർക്ക്. അതിന് ഒരു ടേബിൾ ഫാൻ വാങ്ങൂ. അതെ, ഫാനല്ലേ. ഞാനും ചെറിനും പാട്ട് എഴുതിയാൽ എത്രയും പാടില്ല. അതെ, രാധേട്ടൻ ജയേട്ടൻ എഴുതിയത് കൊണ്ട് പാടിയെന്നല്ലേ പറയുന്നത്. ഞാൻ കഴിച്ചു. തമിസ് കഴിച്ചു. തമിസ് അതെന്താ തമിസ്? ഓ, എന്തൊക്കെ ഫുഡാണ്. നമ്മളതൊന്നും കഴിച്ചിട്ടില്ല കേട്ടോളെ, ഒന്നും കഴിച്ചിട്ടില്ല. നമ്മള് ചപ്പാത്തി, ഭൂരി, പിന്നെന്താണ് കുറ്റിപ്പുട്ട്, പിന്നെ ഇങ്ങനെ ഇഡ്ഡലി, ദോശ, ഇങ്ങനെ സാധാരണ ഫുഡ്, ബിരിയാണി, നെയ്ച്ചോറ്, അങ്ങനെയൊക്കെ തന്നെ നമ്മൾ കഴിച്ചിട്ടുള്ളൂ. കുഴിമന്തി അടക്കം ഞാൻ ഈ 6 മാസത്തിന് മുന്നിങ്ങാണ്ട് കഴിച്ചു. കുഴിമന്തി 6 മാസമല്ല, അപ്പോഴാണ് ആ കുഴിമന്തി എന്താണെന്ന് ഞാൻ ടേസ്റ്റ് ചെയ്തത്. ഞാൻ വന്നു. കല്യാണം ഇന്നലെ ആയിരുന്നു. കല്യാണം ഇന്നലെ ഇല്ല, 30 വർഷങ്ങൾ കഴിഞ്ഞു. 33 പ്ലസ് 34 വർഷമായി കല്യാണം. ഫാൻ വാങ്ങൂ. പെഡസിൽ
പടസില്ല പടസിൽ ഫോൺ. ഈറ്റ് വെജ് ഹെൽത്തി. വെജാണ് ഹെൽത്തി. വേറെ കഴിച്ചു, 3 ദോശ കഴിച്ചു. ഇനി കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ട് ഒരു ഗുളിക കഴിക്കണം. കഴിച്ചിട്ടില്ല. പക്ഷെ ഒന്ന് കഴിച്ചത് ഞാൻ എത്ര മണിക്ക് അറിയോ? 4 മണിക്കാണ്ട് ഒരു ഗുളിക കഴിച്ചു. ബിസ്ക്കറ്റും ഒരു ബ്ലാക്ക് ടീയും വെച്ചിട്ട് ഒരു കണ്ടില്ലേ പാട്ട് കണ്ടില്ല. പാട്ട് അയച്ചു വിട്ടാ? ദൈവമേ, എവിടെയാണ് പാട്ട് എഴുതി വിട്ടത്? നോക്കട്ടെ, ഞാനും നോക്കട്ടെ. അവിടെ അല്ലേ? ഓരോരോ വാക്കിലും നീയാണെൻ സംഗീതം, ഓരോരോ നോക്കിലും 100 വർണ്ണങ്ങൾ അല്ലേ. ജീവന്റെ ജീവനായി നീ എന്നെ പുൽകുമ്പോൾ, രാവെല്ലാം രാവാവും പൂവെല്ലാം വർണ്ണങ്ങൾ. പോയിട്ടാ സംഗതി പോയി. പൂവെല്ലാം ഒരു ഹൃദയാണ് കേട്ടാ. പാടാം. രാവെല്ലാം രാവാവും പൂവെല്ലാം വന്ന ഹൃദയമന്താരമല്ലേ നീ, ഹൃദയമന്താരമല്ലേ നീ, മധുര ഓർമ്മയല്ലേ നീ, പ്രിയ രജനി, പ്രിയ രജനി. പൊന്നമ്പലിയുടെ താഴം പൊന്നിയ ചൂടുമോ പൂവി, ഒരു മഴമുത്തം നിൻ കവിളിൽ പതിഞ്ഞു പോ, തേനോ ഒരു കിളിനാദം നിൻ കാതിൽ കുളിർന്നു പോ. കുളിർന്നു പോന്നാണോ? കുളിർന്നു പോ. ഓക്കെ, അടിപൊളി പാട്ട്. അപ്പൊ 2 പേര് പാട്ട് എഴുതിയത് അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റ് ജയേട്ടൻ, രണ്ടാമത്തെ ജന്നട്ടൻ. കൊള്ളാം, സൂപ്പർ, അടിപൊളി. ഹൈദരാബാദ് മഴ പെയ്തു. അത് വായിച്ചു തന്നെ വായിക്കുന്നു. കല്യാണമ്മ കല്യാണമ്മ കല്യാണം, കല്യാണമ്മ കല്യാണം, വാലം നിനക്ക് വേണം നിനക്ക് കല്യാണം. അതാണ് പാട്ട്. കല്യാണമ്മ കല്യാണം, കല്യാണമ്മ കല്യാണം. അതന്നെ. ഇനി ഫേവറേറ്റ് ഇംഗ്ലീഷ് സോങ്. ഇംഗ്ലീഷ് ഒന്നും അറിയില്ല കേട്ടാ. ഇപ്പൊ ആള് എവിടെ എന്ന് അറിയാമോ? പറയാൻ പറ്റുമെങ്കിൽ പറയൂ, സങ്കടം വേണ്ട. ഇല്ല ഏട്ടാ, അറിയില്ല. എനിക്ക് ഒന്നും അറിയില്ല. പാട്ട് ഏതാ? ഇംഗ്ലീഷ് പാട്ട്. ഇതാ ഒരു ഇംഗ്ലീഷ് പാട്ട് പാടുற മണിയെ. അന്നൊരു പാട്ട് പാടിയിരുന്നല്ലേ? പാടറാ. ഇല്ലടാ, വേറൊരു പാട്ടില്ലെന്നില്ലേ? ഞാൻ റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു ഇംഗ്ലീഷ് പാട്ടില്ല. ആ പാട്ട് നീ പഠിച്ചില്ലേ? അതാണത്. ഡേ മണി, സീരിയസ് ആയിട്ട് വെക്കുമ്പോൾ ഞാൻ മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതന്നെ ഇവിടെ വന്ന് പാട്. ഹിന്ദിയാ? മണി നീ ചുമ്മാ കളിയാക്കണമെന്നറിയാം. ഡാഡി മമ്മി വീട്ടിലില്ലേ? പാലോ 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 സോങ് അറിയാമോ? നാടൻ പാട്ട് അറിയും. ഇത് ഒരൊറ്റ ലൈന്. പാലോ പാലോ വായിക്കാറില്ല കേട്ടോളെ. എന്റർടൈനിങ് ലൈവ്. സങ്കടം വന്നു, മുഖത്ത് അങ്ങനെ തോന്നുന്നു. ഇല്ലേട്ടാ, എന്തിനു സങ്കടം? ഒന്നുമില്ല. എൻ്റെ അമ്മനെ ഓർത്ത് മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ. വേറെ ആരും സങ്കടപ്പെടാറില്ല ഞാൻ. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ നൗ. How I wonder what you are. Rain, rain, go away. പാടുക.
സുജിത്ത് ഹലോ നമ്മളെ ഒന്നും വേണ്ടി ചെയ്യേ. സുജിത്തൊക്കെ പറയട്ടാ പറയും. പാലപ്പം ഞാൻ അറിയാം. പാലപ്പം കഴിക്കാൻ അറിയാം, വേറെ ഒന്നും അറിയില്ല. നീ ഇങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷ് പാട്ട് പാட சொன்னீங்க. കുട്ടികളുടെ പാവ് പാടുന്നത്. മുരുക ശരി ഒന്ന് പോട്ടെ എന്നാ. എന്താണ് മഞ്ഞ 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 ബൾബുകൾ. ഇത് ഇത്രയും വലിയ പാട്ടാ. ദൈവം എത്ര പാട്ടെന്ന് എനിക്ക് അറിയില്ലല്ലോ. ആ മഞ്ഞ 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 ബൾബുകൾ മിന്നി 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 കത്തുമ്പോ എന്തിനെ ബാബു ബാബു ബാബേട്ടാ എന്നെ എന്ന് നോക്കണേ എന്ന് നോക്കണേ എന്ന് നോക്കണേ. മഞ്ഞ 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 ബൾബുകൾ മിന്നി 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 കത്തുമ്പോൾ എന്തിനെ ബാബു ബാബു ബാബോട്ടാ. എനിക്കിന്ന് ഭ്രാന്തായത് തോന്നുന്നു ശരിക്ക്. അയ്യോ വയ്യ. ആ പാടട്ടെ പാടട്ടെ. പാലോ പാലോ നല്ലൊരു നാടൻ നടപ്പാലം, യാതൊരു പാലത്തിന്റെ ചോട്ടിൽ നിന്നും അമ്മ എന്നൊരു വിളിയും കേട്ടു. പാട്ടറിയില്ല കേട്ടോളൂ ചേട്ടാ, സോറി. നല്ല രീതിയിൽ എഴുതി വിട്ടിരിക്കുന്നു, സോറി ചേട്ടാ. വേണ്ട മണിയെ, അപ്പൊ നിന്റെ ഇപ്പൊ പറയുന്നത് ഇത് ഇംഗ്ലീഷില് 50 ആ சொல்லவே இல்லையே. പിന്നെ പൈസയുള്ള അളവിലല്ലേ സങ്കടമുള്ളത്. റെയിൻ റെയിൻ ഗോയവേ. ആ walking on the morning light I am thinking of you. എന്താ ഇംഗ്ലീഷ് വേണ്ട കേട്ടോ, ഞാൻ കരയും. സിബോട്ടാ തലയിലും മഞ്ഞ ബൾബ് കത്തുന്നുണ്ട്. ബിനി ചേട്ടൻ ജിങ്കിൾ ജിങ്കിൾ ബില്ല ജിങ്കിൾ ബിൽ സോങ് ബിൽ ജിങ്കിൾ ബിൽ അങ്ങനെ പാട്ടറിയോടാ. ജിങ്കിൾ ബിൽ ജിങ്കിൾ ബിൽ. ഓടാ 50 10 കുറച്ച് കൂടുതലുണ്ട്. അടുത്ത പ്രാവശ്യം നല്ല മാർക്ക് എടുക്കണം കേട്ടോ മണിയെ. എല്ലാത്തിനും തന്നെ പോയ മാർക്കൊക്കെ തിരിച്ചെടുക്കണം പറയാ. ലിറ്റിൽ സിംഗ് സോങ് ഓഫ് ലവ്. ലിറ്റിൽ സിംഗ് സോങ് ഓഫ് ലവ്. വായി അടിക്കണ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ ചുമ്മാ പാടാം, നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. ആ എന്റെ മെസ്സേജ് പകുതി മാത്രം വായിച്ചു. ഇല്ലേട്ടാ വായിച്ചല്ലോ, എവിടെ പോയി? എന്താടാ? വേണ്ട, നീ പാടരുത് പ്ലീസ്. സങ്കടം ഉള്ളത് കൊണ്ടാണോ കാണാൻ പോകാത്തത്? അയ്യേ, എനിക്കിഷ്ടമല്ലാത്ത കൊണ്ട് എന്റെ മെസ്സേജ് പകുതി വായിച്ചു. എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് എന്താ ചെയ്യാ. മഞ്ഞ 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 ബൾബുകൾ മിന്നി 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 കത്തുമ്പോൾ. പോയത് പോയി, ഇനി നന്നായി പഠിച്ചാൽ മതി. പോയത് പോയി, അതന്നെ. ഡാ നന്നായി പഠിക്കാൻ പറയും കേട്ടോ ഷിബോട്ടെ. മാർക്ക് എടുക്കാൻ എന്താ ഇവിടെ പൂട്ടി വെച്ചിരിക്കുകയാണോ? ചെക്കനൊക്കെ ഒത്തിരി ഉഴപ്പാണ് കേട്ടോളെ. പോണ പ്രാവശ്യം നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പ്രാവശ്യം ഉഴപ്പാണ്. എന്താടാന്ന് എനിക്ക് പറ്റിയത് മണിയെ? എല്ലാരും ചോദിക്കും മാർക്ക് കമ്മിയാന്ന്. ഗുഡ് കളി നന്നായി മാർക്ക് പഠിക്കണം. ഇതാണ് നീ 1 മണിക്കൂർ അല്ല 1 മണി വരെ നീ എന്ത് പഠിച്ചോ? കാട്ട് നോക്കട്ടെ, നിന്റെ ബുക്ക് എടുത്തിട്ട് വാ. 1 മണി വരെ പഠിക്കുന്നുണ്ട്.
എഴുതി എന്താ എഴുതണത്? എഴുതിയിട്ട് വല്ലാത്ത മാർക്ക് വാങ്ങിട്ട് വന്നിരിക്കുന്നത്. പോകാത്തത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ? അല്ലാട്ടാ അല്ലാട്ടാ, ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല, ഇഷ്ടമാണ്. വിനീത് ഇന്ന് പുറത്ത് പോയില്ല. ഇല്ല ഏട്ടാ, സുഖത്തേട്ട സുഖമില്ല, പോയില്ല. അമ്മായി ശരി, അപ്പൊ പോട്ടെ. ഇനിയിപ്പോ ഒരുപാട് സമയമായി. എല്ലാരും കിടന്ന് ഉറങ്ങി. എന്തായാലും ഗുഡ് നൈറ്റ്. വെറുതെ എന്റെ ലൈവ് കണ്ട് ഉറങ്ങാതെ. വിനീതേട്ട എന്താണ് നമസ്കാരം എന്നൊക്കെ പറയുന്നു, പൂവൊക്കെ തരുന്നു. ഗുഡ് നൈറ്റ് മാഡം. ജഗദീഷ് ഏട്ടാ ഓക്കെ, ഗുഡ് നൈറ്റ് ഏട്ടാ. എന്താണ് ആരെങ്കിലൊക്കെ എന്തെങ്കിലും പറയില്ലെങ്കിൽ ഞാൻ പോകുന്നു. പോയി ചൂടുവെള്ളം വെച്ച് കുടിച്ചിട്ട് മരുന്ന് കഴിച്ചാ പണി തുറന്നു. എല്ലാരും ഉറങ്ങി. ഇവൻ മാത്രം എന്താ നീ ഉറങ്ങാത്തത് മണിയെ? ഇവരെ 1 മണി വരെ പഠിച്ചിട്ട് മാർക്ക് വാങ്ങി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഓടും. സ്കൂളിൽ പോയി ട്യൂഷന് പോയി ഇത്രയും പൈസയൊക്കെ കെട്ടി സ്കൂളിൽ പഠിക്കാൻ വെച്ചിട്ട് മാർക്ക് കണ്ട. ഞാന് എവിടെ കാവാലി കാണുന്നു അല്ലെ ലിജു കേട്ടാ ഓക്കെ. ഇന്ന് പുറത്തു പോയാൽ പേര് പിടിക്കും. അതെ ഡാ ഇജ് മെസ്സേജ് എന്താ തൊണ്ട വേദനിക്കണ. ഇജ് മെസ്സേജ് അയച്ചോടാ നീ കുട്ടി. ആർക്കാണ് കേട്ടാ? അവർക്കാ എന്താണ് നമ്മുടെ ചേച്ചിക്കല്ലേ? അയച്ചു കേട്ടാ. അയച്ചു. ചേച്ചി ഭക്ഷണം കഴിക്കാൻ പോവാണെന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് തന്നെ ശരിയെന്ന് പറഞ്ഞു വിട്ടു. മിന്നി വണ്ടി വന്നോ പോകാൻ? 40 ടെമ്പറേച്ചർ എന്താ പറയണ? വണ്ടി വന്നോ? ഇത് അയച്ചോടാ. ഓക്കെ. നന്നായി പഠിക്കണമെന്ന് പറയണം അനിതേ. പിള്ളേർക്ക് ഇപ്പോൾ ഒന്നിനും കുറവില്ല. അടുത്ത തവണ ഇതുപോലെ ആവരുത്. ഇതിലും കുറഞ്ഞ മാർക്ക് വാങ്ങാൻ പറയണം. ഇതിലും കുറഞ്ഞ മാർക്കല്ല അവന്. ഞാനൊന്നും ശരിയല്ല. ഞാൻ പാലക്കാട് ചൂട് ഇങ്ങനെയുണ്ട്, നല്ല ചൂടാണ് കേട്ടാ. 51 മിനിറ്റ് ആയില്ലേ. വാട്ട് ഈസ് ടെമ്പറേച്ചർ? ഇതാണോ പറയണത്? ചൂടിന്റെ ആണോ പറയണത്? 35 ഉണ്ടാവും. 35 കൂടുതലുണ്ടാവും എന്നാ തോന്നുന്നു. ഞാൻ എന്റെ ഫോണിൽ നോക്കിട്ട് പറയാവേ. ഇരിക്കുക അവിടെ. മഞ്ഞ. നാളെ കുനിയമുത്തൂർ എന്നിടത്ത് നിക്കിട്ടോളെ ഭാഗ്യ പൂർണമായ കാലാവസ്ഥ പ്രവചനം കാണും. 36°.23 ഉണ്ട്. 33 കറക്റ്റായിട്ട് പറഞ്ഞു. കുനിയമുത്തൂരിലെ ചൂട് 33.26. മണി എന്താണ് പറയുന്നത് അതിന് കുട്ടി? അവനെന്നെ ഏട്ടാ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഏട്ടാ പഠിപ്പിക്കുന്നത് പറയും. ഇംഗ്ലീഷ് മീഡിയം. ഞാനിനി അവനെ അടുത്ത വർഷം തമിഴ് മീഡിയത്തിന് കൊണ്ടുവിടുകയാണ്. മാർക്ക് എന്ത് വാങ്ങണത് ഏട്ടാ അങ്ങനെയൊക്കെ? ശരിയാണോ പറയും? നമ്മൾ എത്രയും ബുദ്ധിമുട്ടി ഒക്കെ ചെലവാക്കി ട്യൂഷനോ അയച്ചു വിട്ട് മാർക്ക് വാങ്ങിട്ട് വന്നിരിക്കുന്നു. നോക്കി എന്തിന്റെ കുറവാണ്? പെൻസിലില്ലേ, പേനയില്, ബുക്കില്ലേ, എല്ലാമേ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ബെൽറ്റിൽ അടി വാങ്ങാത്തത് കൊണ്ടാണ്. അത് ഒന്നില് സയൻസിൽ മാത്രം നീ മാർക്ക് എടുത്താൽ മതി മണിയെ. நீ என்னமோ சொன்ன, நான் 100ல் 100 மார்க் வாங்குவேன். என்கிட்ட எல்லாம் துணி காய போட சொல்ல வேண்டாம், கடைக்கு போக வேண்டாம்னு சொன்னேன். 100ல் 100 മാർക്ക് വാങ്ങും. ഞാൻ ചെയ്തതൊക്കെ വേസ്റ്റ് ആയി പോയി. നീ നാളെ തൊട്ട് നീ തുണി കായ പോട്ടോ, നീ കടയ്ക്ക് പോയിക്കോ, എല്ലാം വേണിച്ചിട്ട്. അല്ലെങ്കിൽ 32 ഉള്ളൂ ഇവിടെ കൊച്ചിയില്. അതെ, അപ്പൊ ഇവിടെ ചൂട് കൂടുതൽ അല്ലേ? 33. എന്നിട്ട് അമ്മ എന്ത് കൊണ്ട് പഠിച്ചില്ല? എനിക്കപ്പോ ഒന്നും ബുക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ മല്ലമടിയായിരുന്നു പഠിച്ചത്. വിടറാ.
കുട്ടനാട് എപ്പോഴാണ് വരുന്നത്? വരുന്നു ഏട്ടാ, വരാം. ഇപ്പൊ ഇല്ല, എന്നാലും വരും, നമ്മൾ വരും എന്തായാലും. കുട്ടനാടൻ കായലിലെ കൊച്ചു വെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി കാക്കോ പുള്ളിക്കുയിലേ. എഴുതുന്ന ആള് പാട്ട് പാടണം അത്ര ഡീസന്റ് ആയിട്ട്. ഈ 33 ഡിഗ്രിയെ എന്ത് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടത്തെ ചൂട് വരുമ്പോൾ 55 ഡിഗ്രി ആയിക്കോട്ടെ. അപ്പൊ പിന്നെ എന്നെ കിട്ടില്ല കേട്ടോളെ, ഞാൻ സ്പോട്ട് ഔട്ടാണ്. ഞാനിപ്പോ വന്നേ ഉള്ളൂ. നാസറേട്ട ഭക്ഷണമൊക്കെ കഴിഞ്ഞു വന്നു. ഏട്ടന്റെ ഇഷ്ടപ്പെട്ട കമ്മൽ സ്റ്റഡ് ഇവിടെ നോക്കി. ഞാൻ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നെങ്കിൽ അതെ, ഇംഗ്ലീഷ് മീഡിയമാണെങ്കിൽ ഞാൻ പഠിച്ചിട്ടുണ്ടാവുമായിരുന്നു. അടുത്ത തവണ ചാക്കോ മാഷിന്റെ അടുത്ത് ട്യൂഷൻ വിടൂ. ഓക്കെ ഡൈജ്, ഞാൻ വരുമ്പോ വാടാ അനുക്കുട്ടി. വരാട്ടാ. അവിടേക്കല്ലേ, ഗൾഫിക്കല്ലേ ഏട്ടാ? ഞാൻ വരാട്ടെ, എനിക്ക് ജോലി റെഡി തരാട്ടാ. മതിയേട്ടാ, ഈ കടമൊക്കെ എങ്ങനെയെങ്കിലും വീട്ടിയിട്ട് ഇവിടുന്ന് രക്ഷപ്പെടണം. പിന്നെയൊക്കെ ഇവിടെ എന്താണ് ഹോസ്റ്റലിൽ വിടണം 2 കുട്ടികളെ. 3ാമത്തെ കുട്ടിയല്ലേ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. കമ്മല് പൊളിച്ചു മുത്തേ. താങ്ക് യു ഏട്ടാ, നസറേട്ടാ. വിനോദ് അപ്പടി സോനു ഏട്ടാ സൂപ്പർ എന്നൊക്കെ പറയുന്നു. അപ്പൊ ശരിയെന്നാ, ഞാൻ മെല്ലെ കിളമ്പറിങ്ങ പോകുന്നു. എത്ര പേരുണ്ട് ലൈവില്? ഇവിടെ സ്റ്റെക്കാണ്. ഇന്നങ്ങനെ വെളിയിൽ പോകാതെ തന്നെ കഴിച്ചു കൂട്ടി. ചൂടത്ത് എങ്ങനെ കിടക്കുന്നു? ജോലിക്ക് പൊയ്ക്കോ, കുട്ടികൾ ഞാൻ നോക്കിക്കോളാം. വേറെ ലെവല്. 4ാമത്തെ കുട്ടി എവിടെ വിടും? 4ാമത്തെ കുട്ടി വലിയ കുട്ടിയല്ലേട്ടാ, അതിങ്ങനെ നോക്കിക്കോളും. അനിതാഹ എന്നാ 13 പേര് ലൈവിലുള്ളൂ അല്ലെ? അയ്യോ 13 പേരേ ഉള്ളൂ. ശരിയെന്നാ, ചുമ്മാ പറയല്ലേ. അപ്പൊ എല്ലാരും ഉറങ്ങിയിട്ടുണ്ടാവും. ഉങ്ക ഏജ് 33. ടെമ്പറേച്ചറോ എന്താ പറയുന്നത് ആജ്? ആലങ്കാട്ടിൽ അമ്പലത്തിലെ പാട്ടല്ലേടി കേൾക്കണത്. ശരി എന്നാ പോകുന്നു കേട്ടോ. ബിനീഷ് ഹായ്. പാസ്പോർട്ടൊക്കെ ഉണ്ട്, എനിക്കൊരു ജോലി റെഡിയാക്കി കേട്ടാ. ഗൾഫിലുള്ളവരുടെ അടുത്ത് പറയട്ടെ ഞാൻ. ഗൾഫിൽ ഇരിക്കുന്ന ഫ്രണ്ട്സുമാരെ എനിക്ക് എന്തെങ്കിലും ജോലി റെഡിയാക്കി തരും. മാസം ഒരു 40,000 റുപ്യ ശമ്പളം വേണം. പക്ഷെ വയസ്സ് 33, ചൂട് 33 എന്ന്. ടെമ്പറേച്ചർ അതല്ലേ, അങ്ങനല്ലേ. കുട്ടികളെ ഞാൻ നോക്കിക്കോളാം, ഇവിടെ വിടൂ. ശരി ചേട്ടാ ബിനീഷ് ചേട്ടാ. അപ്പൊ ഓക്കെ. മഞ്ഞ മാറ്റിക്സ് ഭൂമിയുടെ സ്പന്ദനം തന്നെ. ശരത് കുമാർ ഗുഡ് നൈറ്റ്. എന്താ പറയണത്? മഞ്ഞന്നല്ല, സോറി, മാത്തമാറ്റിക്സ് അല്ലേ ആണ് ഭൂമിയുടെ സ്പന്ദനം തന്നെ. വായിച്ചെടുത്തു. കപ്പൽ കയറിയല്ലേ വയ്യ. ഇപ്പൊ പറയും ഇവന് വായിക്കാൻ അറിയില്ലടാ, ഇവന് മലയാളം വായിക്കാൻ അറിയില്ലടാ. ഓൾക്ക് വായിക്കാൻ അറിയില്ല ചെയ്യട്ടാ. ഞാൻ വായിച്ചു. നല്ല പറയണ്ട കുട്ടി കേട്ടാ, മാണക്കേടല്ലേ. നേരെ വായിക്കാനും ശരി കേട്ടാ. ശിവട്ടാ ഞാൻ വായിക്കട്ടോ. ഡാൻകുട്ടി ഞാൻ വിട്ടുകളി പ്ലീസ്. ഞാൻ വായിച്ചു എങ്ങനെ വായിച്ചു കേട്ടോ പ്ലീസ്. കളിയാക്കല്ലേ. അയ്യോ
ഇപ്പോൾ 8 പേര് ലൈവില്. അതാ കണ്ണട വെക്കൂ കുട്ടി. അതാ കണ്ണ് കാണാൻ കുഴപ്പമൊന്നുമില്ല, കണ്ണ് കാണാതെ കുഴപ്പമൊന്നുമില്ല ഏട്ടാ. 8 പേരാ, എന്താ പറയണേ? എങ്ങനെയും വായിക്കാം, എങ്ങനെയും വായിക്കാം. ലൈവില് എത്ര പേര്? 8 പേരോ ഏട്ടാ? ഏട്ടാ എത്ര പേരുണ്ട് വിനീഷ് ഏട്ടാ ലൈവില്? പോവാ, ഗുഡ് നൈറ്റ്. ഇന്ന് സൂപ്പർ ടീഷർട്ട് ആണല്ലോ. ആണല്ലോ ഏട്ടാ, താങ്ക് യു ഏട്ടാ. ഇത് ചെയറാണ് പെണ്ണിങ്ങോണ്ട് എന്നിങ്ങനെ കഷ്ടപ്പെടുത്തുന്നു കേട്ടോളെ. നീയും ഗമ എന്ന 2 അക്ഷരം മിണ്ടില്ല. ഇനി ഗമ എന്ന 2 അക്ഷരം മിണ്ടില്ല. എഴുതില്ലടാ ആൺകുട്ടി കേട്ടോ. 150 ഇന്ന് നന്നായിട്ടുണ്ട് ഏട്ടാ. അങ്ങനെ പറയും 150. അതെ, പിന്നെ എങ്ങനെ മാണിക്യമാർഗട്ട് ഇത് പാരമ്പര്യമാണ്. ഒരുപാട് മലയാളം ബുക്കുകൾ വായിക്കണമായിരുന്നു. ഞാൻ വായന നിർത്തി എത്ര വർഷം അറിയോ? വായന നിർത്തി നിക്കേ 16-17 വർഷമായി എന്നാ തോന്നുന്നത്. എന്റെ ഒരു ചെറിയൊരു കണക്കില്. ആരും ചുമക്കുന്നില്ല അമ്പാടി ഏട്ടാ. ഫുഡ് കഴിച്ചോ ഏട്ടാ? ജയേട്ടാ എഴുതണം കേട്ടോളെ, എഴുതണം. എങ്ങനെയൊക്കെ ഞാൻ വായിക്കും. അങ്ങനെയല്ലേ വായിച്ച് പഠിക്കുക അല്ലേ? ഇത് വേണമെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിക്കട്ടെ. ഇതില് മലയാളവും ഇല്ല അപ്പൊ. അയ്യോ വയ്യ. ബാലാജി ആർട്സ് ഗുഡ് നൈറ്റ്. മതിയായി, ரொம்ப ടയേർഡായി, ഞാൻ പോകുന്നു. നീ വയ്യ. മരുന്നൊക്കെ കഴിച്ച് കിടന്നോളം കേട്ടെ. അവസാനം വായിച്ചത് ഏത് ബുക്കാണ് അല്ലേ? അവസാനം വായിച്ച ബുക്ക് വായിച്ചതില്ലേ, എന്താ പറയാ, പ്രഗ്നന്റ് ആയിരിക്കുമ്പോ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാൻ ആരോഗ്യമായിട്ട് ഒരു കുഞ്ഞിനെ നോർമലായിട്ട് പ്രസവിക്കാൻ എന്തൊക്കെയാ ചെയ്യണം, അതാണ് വായിച്ചത് ലാസ്റ്റ് ആയിട്ടുള്ള ബുക്ക്. സത്യം. മുട്ടമ്പതിന്റെ പേപ്പറില്ല മലയാളി എവിടെയാണെങ്കിലും മലയാളം മറക്കരുത്. ഓക്കെ, ആരുടെ ജീവിതമാണല്ലോ. സെയിം ഇംഗ്ലീഷ് ആൾസോ. അതെ, ഇംഗ്ലീഷ് എനിക്കറിയാം. അതെ, അങ്ങനെ ഒരു ബുക്കാണ് വായിച്ചിട്ടുണ്ടായിരുന്നത്. ഫുള്ളായിട്ട് വായിച്ചിരുന്നു. മഹാഭാരതം വായിച്ചിരുന്നു. അങ്ങനെ അതൊക്കെ അത് മുന്നാണ് കേട്ടോ. ലാസ്റ്റ് ആയിട്ട് വായിച്ചത് അതാണ്. ഇങ്ങനെ പോയാൽ വായിക്കാതെ ഇരിക്കുന്നത് നല്ലത്. പിന്നെ ഓഹോ വനിത ആകും വായിച്ചത്. ഇല്ല, സ്പെഷ്യൽ ആയിട്ടുള്ള ബുക്ക് വാങ്ങിയതാ. ഇവിടെ ഉണ്ട് കേട്ടോ. അത് ഇതാ ബുക്ക് അങ്ങനെ ഉണ്ടോ നോക്കട്ടെ, എടുത്ത് പറ്റേ. 1 മിനിറ്റ്, ഇവിടെ ഉണ്ടോ നോക്കട്ടെ. ഇപ്പൊ കുഞ്ഞുമാവന്റെ ചിത്രത്തില് ഒരു ബുക്ക് ഉണ്ടായിരുന്നില്ലേ? അതിനെ തള്ളി വിട്ടാ ഞാൻ പറഞ്ഞു അയ്യേ നിങ്ങളുടെ എല്ലാ ബുക്കുള്ളത് സോറി. സോറി ഫ്രണ്ട്സ്. ഇല്ല ഫ്രണ്ട്സ്, ലൈവ് തുടങ്ങിയാൽ തീർന്നോണം വരെ ലൈവില് ഉണ്ടാവണം. അതന്നെ. ആ ബുക്ക് ഇനി വായിക്കണ്ട. അതെന്താണ്? അച്ചോ
അവിടെ ആരാ ശബ്ദം ഉണ്ടാക്കുന്നത്? മണി മണി മണിയേ കൊണ്ടുവാ. അതെനിക്കറിയാം, നീ പറഞ്ഞത് വെറുതെ ആണെന്ന്. ടുമാറോ യു വൈറ്റ് ടീഷർട്ട് പുലി മാതിരി ഇருக்கு. ആ ബുക്ക് ഇനി വായിക്കണ്ട. അവിടെ ആരാ ശബ്ദം ഉണ്ടാക്കുന്നു? ആരോ ശബ്ദം ഉണ്ടാക്കുന്നു. ശരി എന്നാ നമുക്ക് പോവാ. ഗുഡ് നൈറ്റ് പറയട്ടെ. റീഡിങ് ബുക്സ്. യെസ് ബുക്സ് പഠിക്കണം. വായനാശീലം വേണോ? അപ്പോഴേ വായിക്കാനുള്ള ഒരു ഉണ്ടാവുള്ളൂ. നമുക്കത് അതിൻ്റെ അടുത്തൂടെ പോകുന്നില്ല. ഇവിടെ ബുക്കും ഇല്ല. മുട്ട പൊതിഞ്ഞ പേപ്പർ ഉണ്ട് കേട്ടാ. മുട്ട പൊതിഞ്ഞ പേപ്പർ ഉണ്ട്. നമുക്ക് നോക്കണ്ടായില്ല. മുട്ട പൊതിഞ്ഞ പേപ്പർ ഉണ്ട് കേട്ടാ അവിടെ. മലയാളം. ആഹാ കൊള്ളാലോ. മുട്ട സത്യം 2 മുട്ടയുണ്ട് കേട്ടോ. മുട്ട പൊതിഞ്ഞ പേപ്പർ ഇതാ മലയാളം. ഇതൊക്കെ ഇങ്ങനെ കിട്ടുമ്പോ വായിക്കാല്ലയോ. മണി മുഴങ്ങുന്നത് ആർക്കു വേണ്ടി? ഉറങ്ങാനായില്ലേ കുട്ടി? ആയിട്ടാ. ഇടയ്ക്കിടയ്ക്ക് മണി മണി എന്ന് വിളിച്ചാൽ അവൻ എങ്ങനെ പഠിക്കും? ഗുഡ് ഹാബ്സ് അനിത, എക്സലന്റ്. ന്യൂസ് പേപ്പർ ഇല്ലേ വായിക്കുക? ഇവിടെ ഇല്ല കേട്ടോ. അതിപ്പോഴും മുട്ട പൊതിഞ്ഞ പേപ്പർ. സത്യം 2 മുട്ടയുണ്ടായിരുന്നതിനെ മാറ്റി വെച്ചിട്ട് എടുത്തിട്ട് വന്ന പേപ്പറാണ്. മുട്ട പൊതിഞ്ഞ പേപ്പർ ഇല്ലേന്ന് സാജനേട്ടൻ പറഞ്ഞില്ലേ. നന്ദിലത്ത് GM മാർട്ടിൽ എന്തോ അമ്പിച്ച് വില കുറവ്. AC-ക്ക് വില കുറവാണെന്നാ പറയണേ. ഈ ഓഫർ ഇന്ന് മാത്രം. എന്ന് വാങ്ങിയതാണ് ഈ പേപ്പർ? അപ്പോ AC ഇവിടെ ഉണ്ടല്ലോ. മലയാള മനോരമയാണ് കേട്ടോളെ. മാർച്ച് 10-ാം തീയതി വെള്ളിയാഴ്ച. ഈ ബുക്കാണ് ഞാൻ വായിച്ചത് ലാസ്റ്റ്. ശരിടാ. എങ്ങനെ തെരഞ്ഞെടുത്തു? ഈ ബുക്കാണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത് കേട്ടാ. എങ്ങനെയുണ്ട്? ഇതാണ് ഞാന് വായിച്ചത്. ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ് കേട്ടോളെ ചേട്ടാ. 100 രൂപയാണ് ഈ ബുക്കിന്. ബുക്കിന്റെ പരസ്യമൊന്നുമല്ല. നന്ദിലത്ത് ജിമാർ. ആ ബുക്ക് നാസർ ചോദിച്ചു കൊടുത്തേക്ക്. ചാണക്ക് സാധാരണ മുതൽ ശിശു പരിചരണം വരെ. ഓഹോ, ഞാനത് വായിച്ചു. ഫുള്ളായിട്ട് വായിച്ചു. ഇത് വായിച്ചിട്ടൊന്നും അല്ല കേട്ടോ. ഞാൻ എൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറെ ആരോഗ്യകരമായിട്ട് ഫുൾ ആയുർവേദത്തിന്റെ ഞാൻ മെഡിസിൻ ആണ് എടുത്തിട്ടുണ്ടായിരുന്നു. ആയുർവേദത്തിന്റെ കൂട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായത്. 3 മാസവും പ്രസവ സുരക്ഷ ആയുർവേദ കൊണ്ടുവച്ചു. ചുമ്മാ വായിച്ചെന്ന് മാത്രം. അവിടെയും തെറ്റിയല്ലോ. എവിടെ തെറ്റിയേട്ടാ? എവിടെ തെറ്റിയില്ലേട്ടാ? ജി മാർട്ടിൽ എന്നല്ലേ? മാർട്ടിൽ ഇല്ലത് എനിക്ക് വേണ്ട. ഗുബൈരൻ. ഗുഡ് നൈറ്റ് അനി സിസ്റ്റർ. புதுக்கோட்டையில குபைரன். ஓகே, எப்படி இருக்கிறீங்க? நல்லா இருக்கிறீங்களா குபைரன்? சாப்பிட்டீங்களா? ഇതൊക്കെ കഴിഞ്ഞു മോളെ. ഇനി ആവശ്യമില്ല. ഇത്തവണ 2 ரொம்ப പിടിക്കും. എന്തായാലും വെള്ളിയാഴ്ചത്തെ പേപ്പറാണ് കേട്ടാ. പഠിച്ചോ? ഇത് വായിക്കാൻ അറിയാം എനിക്ക് മലയാളം? മലയാളം தெரியாது. ജിജി. പിന്നെന്താണ്? ജീനൊക്കെ അറിയുന്നില്ലേ? കേരളം. എനിക്ക് ആവശ്യമുണ്ട് ആ ബുക്ക്. ഞാൻ എടുത്ത് കൊറിയറിൽ അയച്ചു വിടേട്ടാ. ഞാൻ വായിച്ചു കഴിഞ്ഞ. ഹായ് എന്നെ പണ്ടീങ്ങ അയണിക്കാണ എന്ത്
വാട്ട് ഡിന്നർ ടുഡേസ് അപ്പുറത്ത് പോയി പഠിക്കും ഇപ്പൊ. കൃഷ്ണമൂർത്തി വാട്ട് ഡിന്നർ ടുഡേ. ദോശ കഴിച്ചു. മോൾക്ക് ഇനി ആവശ്യം വരും, എടുത്ത് വയ്ക്ക്. എന്തിനാ? എനിക്ക് ആവശ്യമില്ല. അപ്പോ മതി. അമ്മോ ആളെ വിട്ടേക്കേട്ടാ. ഹായ് മുത്തേ, ഉറക്കം വരുന്നില്ലേ നാസറേട്ടാ? എനിക്ക് ആവശ്യമില്ല ഏട്ടാ. എന്തത്? ട്യൂഷൻ പഠിപ്പിക്കുന്ന ലൈവിലാണോ? അതല്ല, പോടാ അവിടെ പോയിരിക്കി. ശരി, അപ്പൊ ഞാൻ പോണു. എനിക്ക് ഇപ്പൊ ഇനി ഒരു ഗുളിക കഴിച്ചില്ലെങ്കിൽ ഇതാവണില്ല. തുമ്മലൊക്കെ വന്നു, മൂക്കിൽ വെള്ളമൊക്കെ വരാൻ തുടങ്ങി. ആ ഗുളിക കഴിച്ചതിന്റെ ഡോസ് കുറഞ്ഞു വന്നു. ആ ഡോസ് ഇരിക്കുന്ന വரைക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇപ്പൊ ഭയങ്കര ക്ഷീണം വരുന്ന, തലവേദനയൊക്കെ വരുന്ന പോലെ തോന്നുന്നു. അപ്പൊ ഇനി ഒരു മരുന്ന് അങ്ങോട്ട് കഴിക്കുക. ആധുനിക വായിച്ചു അവസാനായി. അഡ്രസ് തരൂ, ഞാന് ബുക്കുകൾ അയച്ചു തരാം. ശരി ഏട്ടാ, ഞാൻ അയച്ചു തരാം ഏട്ടാ. അലർജി ഉണ്ടോ? ചെറുതായിട്ട്. ഇല്ല, ജലദോഷമാണ്. അലർജി ഉണ്ട് തോന്നുന്നു. ഞാൻ മരുന്നൊന്നും കഴിക്കുന്നില്ല, ദൈവം സഹായിച്ച് മരുന്നുകളൊന്നും കഴിക്കുന്നില്ല. പക്ഷെ ഈ കുളി കഴിയുമ്പോ ഈ ഇങ്ങനെ വെള്ളം ഇറങ്ങുന്നു, തുമ്മല് വരുന്നുണ്ട്. തുമ്മൽ ഇതാണ് ഒരു ഗുഡ് നൈറ്റ്. സുജിത്തേട്ട ഗുഡ് നൈറ്റ് രാജ. പസങ്ങൾക്ക് ഫാസ്റ്റ് പാഠം சொல்லி கொடுங்க. பசங்களை இங்க படிக்கிறதுனால தமிழ் எனக்கு தெரியாது, ഇംഗ്ലീഷ് தெரியாது, ഹിന്ദി தெரியாது. എന്ത് ഞാൻ പഠിപ്പിച്ചു കൊടുക്കണം പറയും. നല്ല എനിക്കറിയുന്നുള്ള ഒരു കഴിവുകൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ஒழுக்கம் கத்துக்கணும் இல்ல, ஒழுக்கமா இருக்கணும். அப்படிதான் பசங்களுக்கு நம்ம என்ன சொல்லிக் கொடுக்கணும்? ஒழுக்கமா இரு, யாருக்கிட்டையும் மரியாதை இல்லாம பேசக்கூடாது. அப்படியெல்லாம் சொல்லி கொடுக்குறீங்க சரிங்களா 2 பேருக்குமே. 2வது மகன் நீ என்ன பேசுறது பா அப்படின்னு சொல்றது. മരുന്ന് ഒരു ദിവസം ഒരെണ്ണം അതും മതിയില്ലേ? സിട്രിൻ മരുന്ന് കഴിക്കും അലർജിക്ക്. സിട്രിൻസിയ എന്തോ ഒരു മരുന്നിന്റെ പേര് എനിക്കൊന്നും അറിയില്ല. നെറുകയിലിടൂ. എന്തിട്ടാ പറഞ്ഞത്? ആൾ ബ്രൗൺ ഓവർ ബ്രൗൺസ് ഓവർ ഹാഡ് എന്തോ പറയുന്നു. സുജിത്ത അനിത ഗുഡ് നൈറ്റ്. ഹസ്ബൻഡ് പഠിപ്പിക്കില്ലേ? ഹസ്ബൻഡെല്ലാം അറിയത്തുള്ളൂ, എല്ലാ ലാംഗ്വേജ് അറിയും. തമിഴ് അറിയും, ഇംഗ്ലീഷ് അറിയും, മലയാളം അറിയും, എഴുതാനറിയും, വായിക്കാനറിയും. മലയാളം, പിന്നെ തെലുങ്ക് അറിയും, കന്നഡ അറിയും. 5 ഭാഷകൾ അവർക്ക് കരസ്ഥമാക്കിയിട്ടുണ്ട്. ഹിന്ദി അറിയില്ല. അവർ തമിഴ്നാട്ടിൽ ഇവിടെ ഹിന്ദി ഇപ്പോഴല്ലേ തമിഴ്നാട്ടിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവർ പഠിക്കുന്ന കാലത്ത് ഹിന്ദി ഇല്ല തോന്നുന്നു. ഹിന്ദി അറിയില്ല. ഹിന്ദി പിന്നെ പറയാനറിയും, എഴുതാനും വായിക്കാനും അറിഞ്ഞില്ലെങ്കിലും പറയാനറിയും. ഹിന്ദിക്കാരടുത്ത് സംസാരിക്കും. പിന്നെന്താ, അങ്ങനെ 5 അറിയും. അനിമോളുടെ പോലെ വളരും അവനെ മറഞ്ഞു മനസ്സിലാക്കൂ. അനിമോളുടെ പോലെ വളരുന്നു എന്ന് അവനെ മറഞ്ഞു മനസ്സിലാക്കുക. അറബി അറിയുമോ? ഇല്ല. രാസനാദി പൊടിയല്ലേ നെറുകയിലിടുക, അതെന്നെ വാങ്ങിച്ചു വെച്ചു കേട്ടാ. എന്റെ ഒരു മക്കളുണ്ടല്ലോ കേട്ടാ, പേസ്റ്റാണ് പറഞ്ഞ അന്ന് 2 പേരെടുത്ത് പല്ല് തേച്ചു. പൽപ്പൊടിയാന്ന് പറഞ്ഞിട്ട് അയ്യോ എന്ത് ചെയ്യാനാ. പിന്നെ അത് വേസ്റ്റായി. ഇവരിങ്ങനെ വെള്ളത്തിൽ അവിടെ ബാത്റൂമിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിന് എടുത്തിട്ട് പല്ല് തേക്കാൻ തുടങ്ങി. തലയിൽ വെക്കുന്ന നാസാദ് കാണാൻ എന്നെ അവിടെ നോക്കണു. ബാത്റൂമിലിരിക്കുന്ന നടുക്കുട്ടി അവൻ കുറച്ച് വികൃതിയാണ്. ഇവിടെ പൽപ്പൊടിയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അനുവിന്റെ പോലെ ആകാൻ പറഞ്ഞാൽ മതി. എന്നെ പോലെയൊന്നും വേണ്ട കേട്ടോ. എന്നെ പോലെയൊന്നും വേണ്ട. എന്തിനാണ് വേണ്ട? എന്നെ പോലെയൊന്നും വേണ്ട. എൻ്റെ മക്കള് നന്നായിട്ട്
സമൂഹത്തിന് നല്ല ഇതായിട്ട് വളരട്ടെ. അത് പഠിപ്പൊക്കെ കൊടുക്കട്ടെ, അപ്പം എല്ലാം ശരിയാകും. വിദ്യാഭ്യാസം കൊടുക്കണം. അതാണ് ഇപ്പം നമ്മൾ പഠിപ്പില്ലാണ്ട് കണ്ടില്ല ഞങ്ങളോ എത്രയ്ക്ക് ഞാൻ കഷ്ടപ്പെടണം അറിയോ. കളിയാക്കുന്നു, വിഷമമൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടൊരു ഉള്ളില് ഒരു ചെറുതായിട്ടൊരു വിഷമമൊക്കെ ഉണ്ട് പറയുമ്പോഴേ. വായിക്കാൻ കിട്ടാത്തുള്ളൊരു പ്രയാസമാകുമ്പോഴേ അപ്പൊ പഠിക്കാമായിരുന്നു എന്നൊക്കെ ആലോചിക്കും. ഉപ്പിട്ട് ചൂടുവെള്ളത്തിൽ മുഖം കഴുകുക. അപ്പൊ ശരിയാവില്ലേ? അപ്പൊ ചെറുതായിട്ട് വിഷമമൊക്കെ ഉണ്ടാവും, പിന്നെ ശരിയാവും. ചിലപ്പോ പഠിപ്പ് എനിക്ക് പഠിക്കുകയായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോകണമെങ്കിൽ ലൈവ് ഇല്ലായിരുന്നു, എന്നൊന്നും ആർക്കും കാണാൻ പറ്റില്ലായിരുന്നു ഇല്ലേ. പഠിപ്പില്ലാത്തത് കൊണ്ടല്ലേ, വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നത് കൊണ്ടല്ലേ നമ്മ ലൈവ് ഇട്ട് വന്നത്. അപ്പോഴല്ലേ എന്നെ കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റി. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു കുറവ് കൊടുത്താലേ എന്തെങ്കിലുമൊക്കെ നമ്മൾ അല്ലേ. ഞാൻ അങ്ങനെയാണ് നല്ലത്. പഠിച്ചില്ലെങ്കിലും ഒരു വശത്തൂടെ ഞാൻ ആലോചിക്കുമ്പോൾ പഠിക്കാതിരിക്കുന്നതായിരുന്നു നല്ലതെന്നൊക്കെ തോന്നും. ചില സമയത്ത് ഒരു വശത്ത് പഠിക്കാമായിരുന്നു തോന്നും. അതേപോലെ ആവരുത്, പഠിക്കണം കുട്ടികൾ. അതന്നെ പഠിക്കണം. വിദ്യാഭ്യാസം എഴുത്തില്ലാത്തവന് കഴുത്തില്ല എന്ന് പറയുന്നില്ല, അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിപ്പോ 100% സത്യമാണ്. പഠിക്കാൻ ഇനിയും പറ്റും. ഇല്ലാട്ടോ ഇനി മണ്ണിൽ കയറില്ലാട്ടോ. ഫാമിലി ടെൻഷൻ ഇനിയൊന്നും നടക്കൂല കേട്ടാ നാസറേട്ടാ, ഇനി നടക്കില്ല. ഇനി പഠിക്കാൻ കഴിയൂല. എൻ്റെ കുട്ടികൾ പഠിക്കട്ടെ. ട്യൂഷന് വിട്ടോ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും പഠിപ്പിക്കണം കുട്ടികളെ. പഠിപ്പിക്കണം, ഡ്രസ്സ് കൊടുക്കണം, ഭക്ഷണം 3 നേരം കൊടുക്കണം, പിന്നെ വായിക്കാൻ നോക്കും. സ്വഭാവം മോളെ പോലെ എന്നാ പറഞ്ഞത്, എന്നെ പോലെ അല്ലേ? അറിയില്ല, എന്നെ പോലെ ഇപ്പൊ അവര് 3 നേരം ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. മണി ചിലപ്പോ എന്നെ പോലെ ആയിരിക്കാം. ജോലി നേടാൻ നിൽക്കണം. പഠിക്കട്ടെ. സോമനേട്ട എന്താ പറയുന്നത്? ജോലി. അത് ഞങ്ങൾക്ക് മനസ്സിലായി. അമ്മ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇഷ്ടമില്ലാത്തവര് കഴിച്ചില്ല. അതെ, അമ്മ പറയും. അമ്മ 7 വരെ പഠിച്ചിട്ടുള്ളൂ കേട്ടാ. പക്കമായിട്ട് മലയാളം വായിക്കും കേട്ടോ. എന്തുകൊണ്ടാണ് അതില് നമ്മളിങ്ങനെ 10ാം ക്ലാസ് പഠിച്ചിട്ട് ഇങ്ങനെ വായിക്കുന്ന? എൻ്റെ അമ്മ മണി പോലെ വായിക്കും, ലെറ്റർ എഴുതും, ഇംഗ്ലീഷ് വായിക്കും. വേറെ ലെവലാണ് അമ്മന്റെ പഠിപ്പ്. ഇംഗ്ലീഷ് വായിക്കും, പിന്നെ മലയാളം നന്നായി പഠിക്കും. എല്ലാവരും അമ്മന്റെ അടുത്ത് വന്നിട്ട് ലെറ്റർ എഴുതാൻ കൊടുക്കുന്നത്. ആദ്യമൊക്കെ ഞാൻ 1ാം ക്ലാസ് 2ാം ക്ലാസ് പഠിക്കുമ്പോൾ ലെറ്റർ എഴുതി കൊടുക്കുന്നു പറഞ്ഞിട്ട് വരും. ഇല്ലെന്റെ പേപ്പറും കൊണ്ട് വരും. അമ്മ എഴുതുന്നു. 7 വരെ പഠിച്ചിട്ടുള്ളൂ. ഇപ്പോഴും സർട്ടിഫിക്കറ്റ് ഉണ്ട്. കുഴപ്പമില്ല. മോളെന്താ മലയാളം വായിക്കാത്തത്? എന്താ കേട്ടോ, വായിക്കാൻ എന്തുകൊണ്ടാ അങ്ങനെ സംഭവിച്ചത്? മറന്നതാണോ? അറിയില്ല കേട്ടാ. മോശം മലയാളിയാണെന്ന് പറയുന്നത് മോശമാണല്ലേ. പഠിക്കാൻ വിട്ടപ്പോൾ വായി നോക്കാൻ പോയി. വായി നോക്കാൻ അപ്പം ഒന്നും ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ എന്നെ ഇങ്ങോട്ടും വായി നോക്കില്ല, ഞാൻ അങ്ങോട്ടും വായി നോക്കാറില്ല. ഞാൻ എപ്പോഴും ഞാൻ അപ്പൊ കറുത്തിട്ടായിരുന്നു കേട്ടാ. ഇപ്പോഴും കറുത്തിട്ടൊക്കെ തന്നെയാണ്, വെളുത്തൊന്നും ഞാൻ പറയുന്നില്ല. കണ്ടാലും മാറി നോക്കൊന്നുമില്ല. മൂക്ക് ഒലിച്ച് ബേന്ന് പറഞ്ഞിട്ട് ഒരു ഉണങ്ങി മെലിഞ്ഞ്. പക്ഷെ ഹൈറ്റ് മാത്രം ഉണ്ട്. മുരിങ്ങക്കായ് പോലെ ഇങ്ങനെ ബാന്ന് നോക്കണം. ക്ലാസ്സിൽ എപ്പോഴും ഞാൻ ഫസ്റ്റ് ബെഞ്ചിൽ ഇരുന്നിട്ടേ ഇല്ല, എപ്പോഴും ബാക്ക് ബെഞ്ചിലാണ്. 4ാമത്തെ സ്ഥാനമാണ് എനിക്ക് എന്നും. ഹൈറ്റ് കൊണ്ടാണ് കേട്ടോ. പിന്നെയും പഠിക്കുന്നില്ല, അതും 2ാമത്തത്. അപ്പൊ അങ്ങനെ ബാക്കിൽ ഇരുന്ന് ഇങ്ങനെ അടിച്ചു പൊളിച്ചിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് അങ്ങനെ എന്റെ സമയം കളഞ്ഞു 10 വരെ. മക്കളെ നല്ല നിലയില് വിടാൻ ശ്രമിക്കണം. ഇതെല്ലാം ദൈവം തരും. ഓക്കെ ഏട്ടാ. വേറെ ആരൊക്കെ ഉണ്ട്? എനിക്ക് ആരുമില്ല. ഞാൻ ഒരു മകളേ ഉള്ളൂ, അമ്മയുണ്ട് കേട്ടാ. ആരുമില്ല. റിലേറ്റീവ്സ് ഒന്നും ഇപ്പൊ തിരിഞ്ഞു നോക്കാറില്ല. ആരുമില്ല. ഷോയിങ് ബുക്സ്. ഓക്കെ. വായി നോക്കിയായിരുന്നു ഇന്ന് കേരളത്തിലുണ്ടായേനെ. അത് പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ വെളുത്തു എന്ന് ആര് പറഞ്ഞില്ല. ഇപ്പൊ ഞാൻ വീട്ടിനകത്ത് ഇരുന്നത് കൊണ്ടായിരിക്കും. ചിലപ്പോ 2 ദിവസം വെളിയിൽ ഇറങ്ങിയാൽ മതി, എന്റെ മുഖത്ത് ആരും നോക്കില്ല. അത്രയ്ക്ക് കറുപ്പായിരിക്കും. അങ്ങനെ കറുപ്പായിരിക്കും. ഒന്നും കാര്യമില്ല. നമ്മൾ ഇനി ചിലപ്പോ വെയിലത്ത് ഇറങ്ങണമെന്ന് വിചാരിച്ച് ഇറങ്ങി തന്നെ ആവണം. അത് വേറെ കാര്യം. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് മതി ഏട്ടാ, ഷിബു ഏട്ടാ, അത് മതി.
എനിക്ക് ആരുമില്ല കേട്ടോ, റിലേറ്റീവ്സ് ഒന്നും ആരും തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നെ എന്താണ്, പാവം അമ്മയ്ക്ക് ഞാനും അമ്മയ്ക്കും ഉള്ളൂ, അത്ര തന്നെ. ശരി, അപ്പൊ നേരെ ഒരുപാടായി. വായി നോക്കണേ. അപ്പൊ വായി നോക്കാനൊന്നും ഇല്ല കേട്ടാ. ഞാൻ പറഞ്ഞല്ലോ, ഗ്ലാമർ അല്ല, ഭംഗി എന്ന് പറയുന്നത് ശ്വാസം. ഇപ്പൊ ഈ കാണുന്നതൊന്നും അപ്പോഴൊന്നും ഇല്ല കേട്ടോ. സംഭവം 10ാം ക്ലാസ് പഠിക്കുമ്പോഴും 8ാം ക്ലാസ് പഠിക്കുമ്പോഴും ഒന്നുമില്ല. 20 വയസ്സ് വരെ ഇല്ല, 21 വയസ്സ് 22 വയസ്സ് അപ്പോഴാണ് കുറച്ച് കുഴപ്പമില്ല. ഒരാളെ നോക്കിയിട്ട് പിന്നെ തിരിഞ്ഞ് നോക്കാനുള്ള ഒരു ലുക്ക് അപ്പോഴാണ് വെച്ചത്. 22 വയസ്സിൽ 23 വയസ്സിലൊക്കെ ആയിട്ടുള്ളത്. പിന്നെ അവിടെ തൊട്ടിട്ട് പിന്നെ ഞാൻ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. 24 വയസ്സ് 25 വയസ്സിലൊക്കെ അങ്ങനെ വാങ്ങി. പിന്നെ അങ്ങനെ ഓക്കെ മോളെ, ഗുഡ് നൈറ്റ്. ഓക്കെ ഏട്ടാ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എല്ലാം ശരിയാവും കേട്ടാ. ഗുഡ് നൈറ്റ്. അപ്പോൾ ശരി എന്നാ. 11:45 സമയം പോയി. ഞാൻ തള്ളി മറിച്ചിട്ടു, സമയം ഒരുപാട് പോയി. ഞങ്ങളെ കുറച്ചു ആങ്ങളമാരില്ലേ കൂടെ? ഉണ്ട് സുജിത്തേട്ടാ, അതന്നെ ഉണ്ട് നേട്ടാ, ഉണ്ട്. നമുക്ക് ഇതിലൊന്നും നേടാനില്ല. ഈ കാണുന്ന നമ്മള് ചിരിച്ചു കളിച്ച് തമാശകളും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ സംസാരിച്ചതന്നെ ഉള്ളൂ. നാളെ നമ്മള് എന്താ, ഞാൻ കേട്ടോ എന്നെ പറയട്ടെ, ജീവനോടെ ഉണ്ടോ ഇല്ല എന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഇങ്ങനെ തിരിച്ചു കളിച്ചതൊക്കെ തന്നെ നമുക്ക് കിട്ടുള്ളൂ. എൻ്റെ അമ്മ പഴയ കാലത്തൊക്കെ പറയും, കളിച്ചതും ചിരിച്ചതൊക്കെ തന്നെ കിട്ടുള്ളൂ. പിന്നെന്താ, അച്ഛൻ ബന്ധം ഉണ്ടോന്നൊക്കെ പറയും. ഇപ്പൊ ഉണ്ടെന്ന് ആര് പറഞ്ഞു? ഗ്ലാമർ അതൊന്നും ഇല്ല കേട്ടാ, വിനിഷേട്ട ഇല്ല. ഈ കാലവും കടന്നു പോകും കേട്ടാ. സോമൻ ഗുഡ് നൈറ്റ് കേട്ടാ. സോമട്ടൻ ഗുഡ് നൈറ്റ് പറഞ്ഞു. ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ. 21 സുജിത്ത് പറഞ്ഞത്. അതെ. പ്രദീപ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പൊ ശരി ഏട്ടന്മാരെ, ഞാൻ പോണു. ചേച്ചി നാളെ ഉച്ചയ്ക്ക് വരാം. ഗുഡ് നൈറ്റ്. ശരി എന്നാ, കുറച്ച് ചൂടുകളെ കുടിച്ചിട്ട് മുഖം കഴുകി ഉറങ്ങട്ടെ. ടാറ്റ. ഫുൾ നൈറ്റ് ലൈവ്. നോ ആസി പോയി, ഫിനിഷ്.